Hello, Makale. Welcome to 90 Plus India's first animated live tuition. Yes. Good evening. Good evening. Good evening. Good evening. Hello. Hi. 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 എവിടറാ ആരും ഗുഡ് ഈവനിങ് ഒന്നും പറയുന്നില്ല. എന്താ മക്കളെ, നമ്മളിന്ന് വേണ്ടേ? എവിടറാ നിങ്ങളുടെ ഗുഡ് ഈവനിങ് ഒക്കെ? എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ, വേഗം ആയിക്കോട്ടെ. ക്യാമറ ഓൺ ചെയ്ത് എല്ലാവരും നല്ല ഡിഗ്രേഡ് സെറ്റ് ആയിട്ടിരുന്നേ. ഗുഡ് ഈവനിങ്. ആരൊക്കെയുണ്ട് ഇവിടെ? എല്ലാവരും ഉണ്ടോ? ശിവാനി ഉണ്ട്, ടോം ഉണ്ട്. ടോമി ഞാൻ ആദ്യമായിട്ടുള്ള കാണുന്നത്. ദെൻ ഐശ്വര്യ ഉണ്ട്, ശ്രീരാജ് ഉണ്ട്, ജോയൽ ഉണ്ട്, അഭിരാം ഉണ്ട്, അവിന്ദിക ഉണ്ട്, ദേവപ്രിയ ഉണ്ട്, അർത്തി ഉണ്ട്, അരവിന്ദ് ഉണ്ട്, മജിദ് ഉണ്ട്. റെയ്ഹാൻ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അശ്വജിത്ത് ഉണ്ട്, സൽവകുമാർ ഉണ്ട്, തോമസ് കെ, അബു, ദെൻ ബിപിൻ, അൽ ഷാഫിദ്. ഷാഫിദിന് ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഞാൻ കുറച്ച് പേരുടെ പേര് മാത്രം ഈ അടുത്ത് കേട്ടതുണ്ടല്ലോ. ഹലോടാ, നിങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നതാണോ, അതോ 90 പ്ലസിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണോ? ആണോ ടോമേ? യെസ്, അതെ. നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാട്ടോ. അപ്പൊ എന്റെ ക്ലാസ്സിൽ പുതിയതായിട്ട് വന്നവർ കുറച്ച് പേരുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? ഇല്ലേ? ഹായ്ടാ, ഹായ് 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 ഹായ്. കുറച്ച് പേരുണ്ട്. റൈഹാനെ, ഹൗ ആർ യു സാർ? കുഴപ്പമില്ല. അങ്ങനെ ഫൈൻ എന്ന് പറയാറായിട്ടില്ല. ഇന്നലെ ചെറുതായിട്ടൊന്ന് വീണായിരുന്നേ, അതുകൊണ്ട് അങ്ങനെ അത്ര ഫൈൻ ആയിട്ട് പറയാൻ പറ്റില്ല. നിങ്ങൾ അതായത് നമ്മളെന്ത് പറയാ, നല്ല മഴയൊക്കെ ആണല്ലേ, നല്ല മഴയൊക്കെയാണ്. പിന്നെ റോഡുകളും ദെൻ വീടിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ എന്ത് ചെയ്യും, തെന്നിക്കെടുക്കും. സ്വാഭാവികമായിട്ടും തെന്നിക്കെടുക്കും. കോൾഡോ? എനിക്ക് കോൾഡൊന്നുമില്ല. അതിന്റെ സൗണ്ടിൽ ചിലപ്പോ മാധുര്യമായിട്ട് സൗണ്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, റോഡൊക്കെ എന്താണ് തെന്നിക്കെടുക്കായിരിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. മണ്ണ് ടെസ്റ്റ് ചെയ്തു. കൈ ദേ ഈ ഒരു ഗതിയിലാണിപ്പോ കറണ്ടില്, അതുകൊണ്ട് കൈ അനക്കാൻ പറ്റില്ല. ഇന്നലെ ജസ്റ്റ് ഒന്ന് വീണിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് ചതവ് കാര്യങ്ങളുള്ളൂ, അല്ലാണ്ട് ഒടിഞ്ഞിട്ടൊന്നുമില്ല. ഒടിയാൻ സമയമായിട്ടില്ല. എന്റെ എല്ലൊക്കെ ഭയങ്കര സ്ട്രോങ്, അതുകൊണ്ട് ഓക്കേടാ ബീബിനെ. അപ്പോ ഞാനിന്ന് എട്ടാം ക്ലാസ്സിൽ, എപ്പോ 8ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്നോളൂ. 8ാം ക്ലാസ്സിൽ ഫ്രിക്ഷൻ ആയിരുന്നു അവിടെ പഠിപ്പിച്ചായിരുന്നത്. ഫ്രിക്ഷൻ പഠിപ്പിച്ചായിരുന്നപ്പോ നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ പറ്റി. നമ്മുടെ ടയർ എന്താണ്, ഫ്രിക്ഷൻ കൂടുന്തോറും ടയർ മുട്ടയാകും. മുട്ടയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടയർ സ്ലിപ്പാകും. സ്ലിപ്പായി കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് വീഴും. എന്നിട്ട് ഇങ്ങനെ ആകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോന്നെ. എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് ഉത്തമ എക്സാമ്പിൾസ് കിട്ടാറുണ്ട് ഇപ്പോഴും. കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. പൊക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ തിരിക്കാൻ പറ്റുന്നില്ല. അതൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഒരൊറ്റ കൈ കൊണ്ട് ആക്ഷൻ ഇട്ടിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് ഓടിക്കുന്നത്. ഓക്കെ, എനിക്ക് എന്റെ ലൈഫ് നടത്ത്. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് ഷാഹിദ് നിന്റെ പ്രശ്നം? എന്താണ് എനിക്ക് പ്രശ്നം? നീ ഡിപ്രഷനിലാണോ? നല്ല മഴ, നല്ല മഴ, നല്ല കമ്പിളി പുതപ്പ്, ഇങ്ങനെ പുതച്ച് മൂടി ഇരിക്കുക, ഇഷ്ടമുള്ള സിനിമ, പിന്നെ ഇഷ്ടമുള്ള ഫുഡ് എടുത്ത്, ഇതൊക്കെ വൈബല്ലേ? ഇതൊക്കെ എന്താണ് പ്രശ്നം? ഇതൊക്കെ എൻജോയ് ചെയ്യണം. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. ഇങ്ങനെ മടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? ഇടിയിട്ടും സിനിമ കാണാൻ സമ്മതിക്കില്ല. വെരി ഗുഡ്. അപ്പൊ ഇക്കൊല്ലം മുഴുവൻ നമ്മൾ കംപ്ലീറ്റ്ലി പഠിക്കുന്നു. ഓക്കെ, സിനിമയായിട്ട് 1.5 മണിക്കൂറിന്റെ ഒരു പടം ഞങ്ങൾ കാണിച്ചു തരാറുണ്ട്. 7:30 മുതൽ 9 മണി വരെ നിങ്ങൾ ഇരുന്ന് അങ്ങോട്ട് കാണുക. ദെൻ അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. ഓക്കെ, ഫുൾ ഓക്കെ ആയില്ല? ഫുൾ ഓക്കെ ആയിട്ടില്ല. ഇന്നലെയാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വൈക സുഖല്ലേ? ദെൻ ആതിര ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. ഫാത്തിമ സന, അൽ ഷാഫിത്തെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. പുതുതായിട്ട് വന്നവരെല്ലാരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. യൂട്യൂബ് ആണ് ഫുൾ. സിനിമ കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ ഫുൾ യൂട്യൂബിലാണ്. എന്റെ പൊന്നെ, നീ മിടുക്കനാണല്ലോടാ. മിടുക്കൻ. ഓക്കെ, ഫുഡ് എങ്ങനെ കഴിക്കാന്നോ? ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണോ നിങ്ങൾ ഫുഡ് കഴിക്കരുത്? എന്റെ ലെഫ്റ്റ് ഹാൻഡ് ആണ്, റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതുന്നത്. ഓക്കെ, കുറച്ച് പേര് വന്നിട്ടുള്ള എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. വന്നവരെല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെക്കുക. ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് പിന്നാലെ നടന്ന് കൊടി പിടിച്ചെടുക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു മോട്ടിവേഷൻ തരുമോ? എടാ, മോട്ടിവേഷൻ തരുമോ? സ്റ്റാർട്ടിങ്ങിലെ മോട്ടിവേഷൻ തന്നെ വേണം നിങ്ങൾക്ക്? ഞാൻ എല്ലാ കൊല്ലം എക്സാം ടൈം നോക്കുമ്പോ എന്റെ ജീവിതകഥ തന്നെ മോട്ടിവേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ആര് മോട്ടിവേഷൻ തന്നെ തരണോ? ഞാൻ എല്ലാ കൊല്ലവും 10ാം ക്ലാസ്സിൽ പറയാറുള്ളതാ എല്ലാവരോടും.
കേട്ടിട്ടില്ലേ നീ ആ മോട്ടിവേഷൻ എന്റെ? ഇല്ലേ? ആ കേട്ടിട്ടുണ്ട്. പിന്നെന്താണ് പ്രശ്നം? കേൾക്കാത്തവരുണ്ടാകും ഇവിടെ. 10ാം ക്ലാസ്സിലത്തെ കഥ. ഹിറ്റ്ലറോ? നിങ്ങൾ ഏത് കണക്കിനാണ് ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നത്? ഇന്നലെ ഞാൻ കേട്ടു ഹിറ്റ്ലർന്ന് എന്നെ കണ്ടിട്ട്. ഓ ഇനി മമ്മൂട്ടിയുടെ സിനിമയിൽ മമ്മൂട്ടിയുടെ ലുക്ക് ഹിറ്റ്ലർ, ആ ലുക്ക് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. അല്ലാതെ എന്തുകൊണ്ടാണ്, എന്ത് വെച്ചാണ് നിങ്ങൾ എന്നെ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നത്? ഏഹ് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ? ഞാൻ നിങ്ങളെ ചീത്ത പറയാറുണ്ടോ? സാറ് ദേഷ്യമാണോ? കഴിഞ്ഞ ക്ലാസ് ദേഷ്യപ്പെട്ടു. നിങ്ങള് ഇവിടെ ബാക്കിയുള്ള സാറുമാരും ടീച്ചർമാരും ദേഷ്യം കാണാത്തോണ്ടാന്ന് തോന്നണം. അതുകൊണ്ട് അതൊക്കെ കണ്ടാൽ നിങ്ങൾ എന്തായാലും എന്നെ ദേഷ്യപ്പെടുന്നു പറയില്ല. ഞാൻ ആക്ച്വലി ആരോടും ദേഷ്യപ്പെടാറില്ല. ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോ എന്തു പറയാ, എനിക്ക് ദേഷ്യം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അത് എല്ലാവർക്കും ദേഷ്യം വരാം എന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോ ഒരാളോട് നോണ പറഞ്ഞു, ഇപ്പൊ നിങ്ങളെല്ലാം കുട്ടികളാണ് അല്ലെ? നിങ്ങളെല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പഠിച്ചു വരാൻ പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പഠിച്ചില്ല, ഓക്കെ പഠിച്ചില്ല, അപ്പൊ നിങ്ങൾ എന്ത് വേണം? പഠിച്ചില്ല എന്ന് പറയണം അല്ലെ? എന്നിട്ട് നിങ്ങൾ നുണ പറയാണ്, ഞാൻ പഠിച്ചു, കംപ്ലീറ്റ്ലി പഠിച്ചു, ഞാൻ ഒക്കെ പഠിച്ചു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്, എന്താ പഠിച്ചത് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് നുണ പറഞ്ഞത്? നുണ പറയുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ദേഷ്യം വന്നൊരു കാര്യം. ഒരു ഹോംവർക്ക് കൊടുത്തു, അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് തന്നായിരുന്നു അല്ലേ? ഹോംവർക്ക് തന്നായിരുന്നു, ചെയ്തിട്ടില്ല എല്ലാവരും. ആ ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ 9ാം ക്ലാസ്സിൽ ഞാൻ ഹോംവർക്ക് കൊടുത്തു. 9ാം ക്ലാസ്സിൽ ഹോംവർക്ക് കൊടുത്തിട്ട് അവര് പറഞ്ഞു, അതില് 2 കുട്ടികൾ പറഞ്ഞു കേട്ടോ, എല്ലാവരും പറഞ്ഞില്ല, 2 കുട്ടികൾ പറഞ്ഞു, സാർ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല, ചെയ്ത് നോക്കിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, ചെയ്ത് നോക്കാൻ കിട്ടുന്നില്ല. അപ്പോ ഞാൻ ചോദിച്ചു എന്താണ് ഇതിൽ കോംപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു കുട്ടിക്ക് എന്ത് ചെയ്ത് പറയാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കിയിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കിയിട്ടില്ല. അപ്പൊ എന്താണ് കോംപ്ലിക്കേഷൻ ചോദിച്ചപ്പോ കുട്ടി തീരെ പറയുന്നില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന അതേ ടോപ്പിക് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ. അതായത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, v-u/t ആണ്. ഇത് ആക്സിലറേഷൻ ഇക്വേഷൻ ആണ്. 9ാം ക്ലാസ്സിൽ ഇപ്പൊ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചു വരാൻ പറഞ്ഞിട്ട് കുട്ടി പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ഇതിന്റെ ഞാനൊരു 1000 പ്രോബ്ലംസ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ചെയ്യാൻ കിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ എടുത്ത് ചെയ്യിപ്പിച്ചു. സാർ ഇത് എളുപ്പമാണ് എന്റെ അടുത്ത്. അപ്പൊ ആ കുട്ടി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നോണയല്ലേ പറഞ്ഞ? തുറന്നു നോക്കിയിട്ടില്ല പുസ്തകം, തുറന്നു നോക്കിയിട്ടില്ല. നോണ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ദേഷ്യം വന്നു. ചെയ്തിട്ടില്ല, പഠിച്ചില്ല, ഓക്കെ കുഴപ്പമില്ല. ആ നോണ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ല, അപ്പൊ ഞാൻ ഹിറ്റ്ലർ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഹിറ്റ്ലർ ആകും, അല്ലാണ്ട് ഞാൻ ഹിറ്റ്ലർ ആവില്ല. അല്ലാണ്ട് ഹിറ്റ്ലർ ആവേണ്ട എന്ത് കാര്യം? നിങ്ങളൊക്കെ എല്ലാവരും നല്ല കുട്ടികളാണ്, നല്ലോണം പഠിക്കും അല്ലെ? ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. എന്താണ്, പൊതുവെ കഴിഞ്ഞ കൊല്ലം +1 കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, കുട്ടികൾ അത്രയെങ്കിൽ പോരെ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് റൂമിലൊക്കെ, നിങ്ങളുടെ സ്കൂളിലൊക്കെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാകും അല്ലെ? A ക്ലാസ്സിലെ കുട്ടികൾ അടിപൊളി കുട്ടികൾ, B ക്ലാസ്സിലെ കുട്ടികൾ അത്ര പോരാ എന്ന് പറയില്ലേ? അതേപോലെ കഴിഞ്ഞ കൊല്ലം എല്ലാ ടീച്ചർമാർക്കും ഒരു ചെറിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഇത്തവണത്തെ +1 കുട്ടികൾ പോരാ. പക്ഷേ ഇപ്പോ എല്ലാ ടീച്ചേഴ്സും പറയുന്നത്, ഇതുവരെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ പറയുന്നത്, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളെ സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ടീച്ചേഴ്സും പറയുന്നത് ഇപ്പൊ അവർക്ക് അലോട്ടഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ് ഉണ്ട്. 10ാം ക്ലാസ്, +2, +1, 9, 8 അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പൊ അവര് പറയാ എനിക്ക് +1 കയറാനാണ് കുറച്ചും കൂടി ഇഷ്ടം, +1 കുട്ടികളെ പഠിപ്പിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. 10 കുട്ടികളെക്കാൾ ഇഷ്ടം എനിക്ക് +1 പഠിപ്പിക്കാൻ ഇഷ്ടം, +2 കുട്ടികളെക്കാൾ എനിക്ക് ഇഷ്ടം +1 പഠിപ്പിക്കാൻ ഇഷ്ടം എന്ന് പറയും. അപ്പോ അത് നിങ്ങളുടെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അത് ആരും പറയാതെ നിങ്ങൾ മനസ്സിലാക്കില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ നല്ല കുട്ടികളാണെന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള അഭിപ്രായം ടീച്ചേഴ്സിന്റെ ഇടയിലുണ്ട്. ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴും മീറ്റിംഗ് ഒക്കെ വയ്ക്കുമ്പോഴും പറയുന്നുണ്ട്. അത് നിങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, വെൽക്കം വീണ്ടും വന്നോ. ഓക്കെ, അപ്പൊ ഞാൻ ഹോംവർക്ക് തന്നായിരുന്നു. ആരൊക്കെ ചെയ്തവരെന്ന് പറഞ്ഞേ? ഫ്രണ്ട് അല്ലോ ഷാഹിദ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലടാ. കാരണം എന്താന്നറിയോ? എടാ വൈക ചെയ്തു. ആരാണ് ചോദിച്ചത് +1? +1.
വൈഗ ചെയ്തു, ബാക്കിയുള്ളവർ ഐശ്വര്യ ചെയ്തു, ഭാനുമതി ചെയ്തു. ചെയ്യാത്തവരെന്ന് പറഞ്ഞു, ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. ആരൊക്കെ ചെയ്തില്ല? ആരൊക്കെ ചെയ്തില്ല? സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു. ചെയ്തില്ല. ആരൊക്കെ ചെയ്തില്ല? പിന്നെ ആരും ചെയ്യാത്ത? പിന്നെ ആരൊക്കെ ചെയ്തില്ല? സെൽവകുമാർ ചെയ്തില്ല. പിന്നെ ഷാഹിദ് ചെയ്തില്ല. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കലാണല്ലോ പണി. ചെയ്തില്ല. ദീപു ചെയ്തില്ല. ബില്ലിംഗ് ആയിട്ട് എത്ര പേര് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. ചെയ്യാത്തതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഞാൻ ന്യൂസ് സ്റ്റുഡന്റ് ആണ്, കുഴപ്പമില്ല റിഹാന, ഞാൻ കണ്ടായിരുന്നു. നിനക്ക് കൂടുതൽ ടോം ഉണ്ട്. കുറച്ചു പേര് അബ്ദുൾ ചെയ്തില്ല. നിങ്ങൾ ചെയ്യാത്തതിന് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കാരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടോ? ഇല്ല. എടാ എന്തുകൊണ്ടാ ചെയ്യാതെ? ഞാൻ ഇതൊക്കെ ഹോംവർക്ക് ഒക്കെ അല്ലേ, അതുകൊണ്ട് വിട്ടു. എനിക്ക് ഹോംവർക്ക് ഒക്കെ അല്ലേ, വിട്ടു. പോട്ടെ പോട്ടെ നോക്കാം, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ചെയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും കൂടി ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്, നമ്മൾ ഡെറിവേറ്റീവ് ആണ് പഠിക്കുന്നത് അല്ലെ. ഒരു പൊസിഷൻ തന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് പഠിക്കുന്നത്. അതായത് ഞാനിവിടെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഈ ഒരു കുറച്ച് ഇക്വേഷൻസ്. ഓക്കെ, നിർബന്ധമായിട്ടും ഇതെങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എങ്ങനെ വന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇത് വരുന്നില്ല. നിങ്ങളുടെ +2 6ാമത്തെ ചാപ്റ്റർ എങ്ങാണ്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അല്ലേ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിപ്പോ തന്നെ അങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചോ. വേറെ ഒന്നും നോക്കണ്ട. അത് എങ്ങനെ വന്നു എന്നൊന്നും ചിന്തിക്കണ്ട, കാണാതെ അങ്ങോട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പൊ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. നമ്മൾ ഇതേ സെയിം സാധനം തന്നെയാണ് അവസാനം ചെയ്തായിരുന്നത്. ഇതേപോലെയുള്ള ഒരു സെയിം ഇക്വേഷൻ തന്നെയായിരുന്നു ചെയ്തായിരുന്നത്. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിലെ? രണ്ടാമത്തെ സെക്കൻഡിലെ. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഷായത് നിങ്ങളോട് ഞാൻ തിരിച്ചു വരാം കുറച്ച് സമയം കിട്ടുമ്പോൾ. എന്താ ഒരു ICUവിന്റെ സൗണ്ട്? അവിടെ CPU സൗണ്ട്, ICUവിന്റെ അല്ലേ. ഓക്കെ, അപ്പൊ പൊസിഷൻ തന്നിട്ടുണ്ടല്ലേ. അതായത് ഒരു ബോഡിയുടെ പൊസിഷൻ തന്നിട്ടുണ്ട്. x = 3t² + 4t - 5. അപ്പൊ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ, വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തെടുക്കണം? അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് 2 സെക്കൻഡിലെ പർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പർട്ടിക്കുലർ ആയിട്ടൊരു ടൈം നമ്മൾക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക, 3 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക, 4 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുക. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റി, പർട്ടിക്കുലർ ടൈമിലെ ആക്സിലറേഷൻ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? d/dt ഓഫ് x. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എക്സിന്റെ സ്ഥാനം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 3t² + 4t - 5 എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോ v = d/dt ഓഫ് എന്ത് കിട്ടും? 3t² + 4t - 5. എക്സിന്റെ സ്ഥാനത്ത് ആ വാല്യൂ ഇട്ട് കൊടുത്തു. ദെൻ ഓരോ ടേമിനെയും സെപ്പറേറ്റ്ലി നമ്മൾ എന്തെടുക്കുന്നു? ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഓരോ ടേമിനെയും സെപ്പറേറ്റ്ലി നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. അവിടെ 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിനെ പുറത്തെടുത്തു. ഓക്കെ, അതിനെ പുറത്തെടുത്തു. d/dt ഓഫ് t². ഓക്കെ, 3നെ പുറത്തെടുത്തു. പ്ലസ് d/4 × d/dt ഓഫ് t. ഓക്കെ, d/dt ഓഫ് t. ദെൻ മൈനസ് 5 എന്ന്. ഓക്കെ, 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ. d/dt ഓഫ് 5 എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. 0. ഓക്കെ, ദെൻ 3 × 2 × t⁻² - 1 പ്ലസ് തൊട്ട് മുന്നേ കാണിച്ച
ഇക്വേഷൻ പ്രകാരം ദാറ്റ് 4 ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് 1, 4 ഇൻറ്റു 1 മൈനസ് 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6t. ഓക്കെ, 6t കിട്ടും. ദെൻ പ്ലസ് 4 എന്ന് കിട്ടും അല്ലെ, 6t പ്ലസ് 4 എന്ന് കിട്ടും. അപ്പോ ഇതെന്താണ്? വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. v is equal to 6t plus 4. അതായത് പൊസിഷൻ തന്നിരിക്കുന്ന നോക്കിയേ, 3t സ്ക്വയർ പ്ലസ് 4t മൈനസ് 5. അതേപോലെ തന്നെ ഒരു ഇക്വേഷൻ നമുക്ക് വെലോസിറ്റിക്ക് കിട്ടി. ദെൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് അല്ലെ. രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടിക്ക് പകരം എന്തിട്ട് കൊടുക്കാം? അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ടിക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 6 ഇൻറ്റു 2 പ്ലസ് 4 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, 16 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആണോ? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണോ? ആ, ഐശ്വര്യ, അപ്പൊ എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ചെയ്തല്ലോ, ചെയ്യാൻ ശ്രമിച്ചല്ലോ, വളരെ വലിയ കാര്യം. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ ആണ്. അതായത് പർട്ടിക്കുലർ ടൈമിലെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പർട്ടിക്കുലർ ടൈമില് 2 സെക്കൻഡിലെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ a is equal to വെലോസിറ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കും, d by dt of v. വെലോസിറ്റി ഇപ്പൊ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലേ. ആക്സിലറേഷൻ is equal to d by dt of വെലോസിറ്റിക്ക് പകരം വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. എന്താണ്? 6t plus 4. ഓക്കെ, 6t plus 4. അപ്പോ സെപ്പറേറ്റ് ചെയ്ത് ഡെറിവേറ്റീവ് എടുക്കുക. 6 ഇൻറ്റു dt by dt പ്ലസ് d by dt of 4. ഈ ടൈം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ 6. ഓക്കെ, 6 ഇൻറ്റു 1 എന്നൊക്കെ വരും. 6 ഇൻറ്റു 1 എന്ന് വരും. ഓക്കെ, അപ്പൊ പർട്ടിക്കുലർ ടൈമിൽ 1 സെക്കൻഡിലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 1 സെക്കൻഡിലെ കിട്ടി. 1 സെക്കൻഡിലെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 2 സെക്കൻഡിൽ എന്തായിരിക്കും? 6 ഇൻറ്റു 2 കൊടുത്താൽ മതി. ഓക്കെ, 12 ഒക്കെ വരും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത് എനിക്ക് നല്ല ചുമ വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് അറിയില്ല. തൊട്ടടുത്ത ക്ലാസ്സിൽ ഇടന്ന് വെച്ചെടുത്തോണ്ടായിരിക്കും. ഓക്കെ, അപ്പോ അത്രയും കിട്ടും. ഓക്കെ, കഴിഞ്ഞു. ഇനി ഇതേപോലെ ഇങ്ങനെയല്ല നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെയല്ല ചോദ്യങ്ങൾ വരാം. ഒരിക്കലും ഇങ്ങനെയല്ല നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരാം. ചോദ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷേഴ്സ്? 8ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്കാണ് കേട്ടോ. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഒരു കാറിന്റെ ഓർ ബൈക്കിന്റെ സ്പീഡോമീറ്റർ ഒക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എടാ, നിങ്ങൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർ സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ കാറിന്റെ സ്പീഡോമീറ്ററിൽ നോക്കി. അപ്പൊ നമുക്ക് നിങ്ങൾ എന്താണ് അവിടെ കാണിക്കുക? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണോ? സ്പീഡാണ് കാണിക്കുക അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ കറന്റ്ലി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നേരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒന്ന് സ്പീഡോമീറ്റർ നോക്കി. പെട്ടെന്ന് നോക്കിയപ്പോ എന്താ കണ്ടേ? ആ ടൈമിലെ, അതായത് ഏത് സമയത്താണോ നിങ്ങൾ നോക്കുന്നത് ആ പർട്ടിക്കുലർ ടൈമിലെ സ്പീഡാണ് കാണുന്നത്. അതിന് നമ്മൾ എന്താ വിളിക്കാറ് സാധാരണ? പർട്ടിക്കുലർ ടൈമിൽ എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ കൊടുക്കണം എന്താണ്? ഇൻസ്റ്റന്റേനിയസ്. ഓക്കെ, എന്താണ് നോക്കിയത്? സ്പീഡ് ഓഫ് മീറ്റർ എന്താണ് മെഷർ ചെയ്യാം? വെലോസിറ്റി, സ്പീഡ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓർ സ്പീഡ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് velocity or speed. Okay, instantaneous velocity or speed. 1 വേർഡ് ആയിട്ട് കൊടുക്കും. ഇത് നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങളോട് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏതൊരു വർഷം 2015-ലോ 2014-ലോ കണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം. 10 കൊല്ലം മുന്നേ പഴക്കമുള്ള ചോദ്യം. അതുകൊണ്ട് പേടിക്കണ്ട. 1 വേർഡ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കും. ഓക്കെ, ഇതേപോലുള്ള ഒരു വേറെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് എക്സാമിന് ചോദിക്കുക. ഓക്കെ,
ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് എക്സാമിന് ചോദിക്കാം. ചോദ്യം നന്നായിട്ടൊന്ന് ഇരുത്തി വായിക്കാം. ചോദ്യത്തിൽ എന്താ തന്നിരിക്കുന്നത് എന്നുള്ളത് ഇരുത്തി വായിച്ചു നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്? ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഗിവൺ ബൈ എക്സ് ടി ഈസ് ഈക്വൽ ടു 2t raised to 2 plus 3t plus 5 meter. Position കിട്ടി. Then calculate the average velocity between t1 is equal to 1 second and t2 is equal to 3 second. അതായത് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. എന്താണ് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? പൊസിഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 2t സ്ക്വയർ പ്ലസ് 3t പ്ലസ് 5 ആണ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി കാണാം. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. വി ആവറേജ് കണക്കാക്കാനായിട്ട് നമ്മൾ എന്ത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കാറ്? വി ആവറേജ് ഈസ് ഈക്വൽ ടു x2 minus x1 by t2 minus t1 അല്ലെ? ഡിസ്പ്ലേ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോ ആവറേജ് വെലോസിറ്റിയോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പോ ഇതാണ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ പറയാൻ അല്ലാന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നും കൊടുക്കാം. ഓക്കെ, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നും കൊടുക്കാം. അപ്പോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? T1 ടൈം T1ലെ പൊസിഷൻ ആണ് x1 എന്ന് പറയുന്നത്. T2ലെ പൊസിഷൻ ആണ് x2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൊസിഷൻസ് കണ്ടുപിടിച്ചല്ലോ. T1ലെ പൊസിഷൻ ആണ് x1, T2ലെ പൊസിഷൻ ആണ് x2. അപ്പോ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, പൊസിഷൻ കണ്ടുപിടിക്കാം. നോക്കിക്കേ, T1 ടൈം 1 സെക്കൻഡിലെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു. നോക്കാം. ഓക്കെ, അപ്പോ എക്സ് ഈസിക്കൽ ടു ഇക്വേഷൻ നമുക്കറിയാം. ടിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ മതി. 2 into 1 സ്ക്വയർ പ്ലസ് 3 into 1 പ്ലസ് 5 എത്ര കിട്ടും നമുക്ക്? 2 plus 3 plus 5 അതായത് 10 മീറ്റർ. ഓക്കെ, 10 മീറ്റർ കിട്ടി. അപ്പോ ടൈം 1ലെ T1ലെ പൊസിഷൻ എത്രയാന്ന് കിട്ടി? 10 മീറ്റർ ആണ്. ഓക്കെ, 10 മീറ്റർ ആണ്. ദെൻ അടുത്തത് നോക്കാം. T2 എന്ന് പറയുന്നത് എത്രയാ? T2 എന്ന് പറയുന്നത് എത്രയാ? 3 സെക്കൻഡ് ആണ്. ഓക്കെ, 3 സെക്കൻഡ് ആണ്. അപ്പൊ കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 2 into 3 സ്ക്വയർ പ്ലസ് 3 into 3 പ്ലസ് 5. ഓക്കെ, പ്ലസ് 5. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഏകദേശം 2 into 3 സ്ക്വയർ എന്ന് പറയുന്നത് 27 അല്ലേ? 27 പ്ലസ് 9 പ്ലസ് 5 ഈസിക്കൽ ടു ഏകദേശം 54 പ്ലസ് എന്തോരും 9 പ്ലസ് 5 അതായത് 68 മീറ്റർ. ഓക്കെ, 68 മീറ്റർ. 68 മീറ്റർ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊസിഷൻ കിട്ടി അല്ലെ? പൊസിഷൻ കിട്ടി. T1ലെ പൊസിഷൻ x1 കിട്ടി, T2ലെ പൊസിഷൻ x2 കിട്ടി. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ അല്ലേ? ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാലോ. എന്താണ്? വി ആവറേജ് ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുന്നത് 68 മൈനസ് x1 എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ T2 എന്ന് പറയുന്നത് 3 മൈനസ് 1 അതായത് 58 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 29 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും ആൻസർ. ഓക്കെ, 29 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും ആൻസർ. ഓക്കെ, എന്താണ് രണ്ടുപേരെ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? സ്ക്വയർ എന്ന് പറയുന്നത് എന്തോ വ്യത്യാസം ഉണ്ടെന്നല്ലേ? ഓക്കെ, അത് പറയാം. നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തേ. ഇഷാൻ ദേവപ്രിയ ആണോ? ഇഷാദ എന്ന് പറഞ്ഞു. ദേവപ്രിയ അതാണോ? ഓക്കെ ഓക്കെ ആ ആ ഓക്കെ 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 3 സ്ക്വയർ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ T സ്ക്വയർ അല്ല കേട്ടോ.
നിങ്ങളത് ടി ക്യൂബായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ കുഴപ്പമില്ലല്ലോ, അപ്പൊ കാര്യം കഴിഞ്ഞില്ലേ. ഇനി അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ എല്ലാം മനസ്സിലാവേണ്ടി വരില്ലേ. ഇത് നിങ്ങൾ ടി ക്യൂബായിട്ട് കൺസിഡർ ചെയ്തോ. ഓക്കെ, ടി ക്യൂബായിട്ട് കൺസിഡർ ചെയ്തോ. ക്വസ്റ്റ്യൻ എങ്ങനെ ആക്കിയാൽ മാറ്റാം? ഇത് ടി ക്യൂബായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ടി ക്യൂബായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ കുഴപ്പമില്ലല്ലോ, പിന്നെ ഒന്നും മാറ്റലേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ സെറ്റ്. വേറെ എവിടെയും മറ്റേ നമ്മളത് ഇവിടെ. ഓക്കെ, ഓൾ ക്ലിയർ, സെറ്റ് അല്ലേ? ഇനി ഓക്കെ, ഇനി ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം ചെയ്തു. ഓക്കെ, ഇത് അവസാനം എഴുതിയാൽ മതി കേട്ടോ. ഇത് അവസാനം എഴുതിയാൽ മതി. ഇക്വേഷൻ എഴുതിയതിനു ശേഷം നമ്മൾ x1 കണ്ടുപിടിക്കുന്നു, x2 കണ്ടുപിടിക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ വി ആവറേജ് കണ്ടുപിടിക്കുന്നു. ഇവിടെ എന്റെ ഷാഹിദ് മോന്റെ സങ്കടം അവിടെ. നിന്റെ ഫ്രണ്ട് നിന്നെ എന്തുവാ തള്ളി പറഞ്ഞു എന്നാണ് ഷാഹിദിനെ പറയുന്നത്, ആണോ? എന്താടാ എടാ, ഈ പ്രായത്തില്, അതായത് ഞാനും ഈ പ്രായം കടന്നു പോകണ്ടല്ലേ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഈ പ്രായത്തിലൊന്നും അല്ല, നീ ഇത് അനുഭവിച്ചിട്ടില്ല. നമ്മുടെ പ്രായം കൂടുന്തോറും എന്താണ്, 20 വയസ്സ് വരെ നമുക്ക് കഷ്ടകാലമായിരിക്കും. പിന്നെ അത് ശീലമായിക്കോളും എന്നും ജോലിസം പറഞ്ഞു കേട്ടല്ലേ. പിന്നെ അതേപോലെ കഷ്ടകാലം, അതായത് നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ, അതായത് ഞാൻ എൻ്റെ ഒരു കാര്യം കണ്ടു, ഉദാഹരണം സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നിന്നായിട്ട് കമ്പയർ ചെയ്ത്, നിന്റെ വിഷമമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടാവും. കഴിഞ്ഞ തവണ ഞാൻ എന്തു പറയാ, ജിമ്മിൽ പോയിട്ട് ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. ബോഡിയൊക്കെ ഒന്ന് പവർ ആക്കണം, നല്ല വർക്കൗട്ടൊക്കെ ചെയ്ത് ഭയങ്കര ബോഡി ബിൽഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വാൾനട്ടില്ലേ, വാൾനട്ട് നിങ്ങൾ കേട്ടല്ലേ, ബ്രെയിൻ നട്ട്, വാൾനട്ട് നല്ല പ്രോട്ടീനാ, ഹൈ പ്രോട്ടീനാണ്. ഞാൻ കടയിൽ പോയിട്ട് വാൾനട്ട് വാങ്ങി. വാൾനട്ട് വാങ്ങിയിട്ട് നിന്ന് പടയാ, രാവിലെ 2 വൈകുന്നേരം 2 വെച്ച് കഴിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് ഒരു 4 ദിവസത്തോളം കഴിച്ചു. 4 ദിവസത്തോളം കഴിച്ച് 5ാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ഛർദി തുടങ്ങി. ഛർദിച്ച് തവിട് കൂടി. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൾനട്ട് പൂപ്പലുള്ളതായിരുന്നു, പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതില് ഇത് കേടായിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയില്ല, പ്രോട്ടീൻ ആണല്ലോ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ കുത്തിക്കയറ്റി ഛർദി പിടിച്ചു. അങ്ങനെ 3 ദിവസം ഛർദിച്ചു. അങ്ങനെ 4 മാസം കൊണ്ട് കൂട്ടിയെടുത്ത 4 കിലോ 3 ദിവസം കൊണ്ട് കുറഞ്ഞു. സന്തോഷായി. ഓക്കെ, അതിലൊന്നും ഞാൻ തളർന്നില്ല. ഞാൻ ജിമ്മിൽ പോകുമെന്ന് പറഞ്ഞു. ജിമ്മിൽ പോയി വാശിക്ക് ജിമ്മിൽ പോയി പിറ്റേ ദിവസം ജിമ്മ് കൂട്ടി. ഇരിക്കണേ അതിലും വലിയ കോമഡി. ജിം അടച്ചു, ജിമ്മ് പൂട്ടി, ജിമ്മ് 2 മാസത്തേക്ക് പൂട്ടി. പിന്നെ പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പൈസ കൂട്ടി വെച്ചത് മുഴുവൻ ഒറ്റയടിക്ക് പോയി. 2000 രൂപയോളം ഒറ്റയടിക്ക് പോയി. അപ്പൊ ഞാൻ വേണ്ട, ഈ മാസം പോട്ടെ, അടുത്ത മാസം എന്റെ സ്വന്തം മാസമാണ്, അടുത്ത മാസം ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ് ഈ മാസവും ഞാൻ പൈസ കൂട്ടി വെച്ചു. എങ്ങനെയിരിക്കുന്നു, വണ്ടിയിൽ നിന്ന് വീണു, വണ്ടിയുടെ പരിപ്പിളക്കി, എന്റെ പരിപ്പിളക്കി, ആ പൈസയും പോയി. എങ്ങനെയുണ്ട് എടാ? ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഫെയർ ആയിരിക്കില്ല, ഒരിക്കലും ഫെയർ ആയിരിക്കില്ല. അപ്പൊ നമ്മളെന്താണ്, നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്തി തൃപ്തിപ്പെടാൻ ശ്രമിക്കുക. കൂട്ടുകാര് എന്ന് പറയുന്നത് ചിലപ്പോ ഒരുപാട് പേരുണ്ടാവും അവിടെ, എല്ലാവർക്കും അവരവരുടെ താല്പര്യമായിരിക്കും. ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഈവൻ നമ്മുടെ നിഴല് വരെ നമ്മുടെ കൂടെ ഉണ്ടാവില്ലെന്ന് കേട്ടല്ലേ. വെളിച്ചം വരുമ്പോ അതും പോവും അല്ലെ, സ്വാഭാവികമാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മള് എന്തു പറയാ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയും ചോദിക്കുമ്പോ ആരും നമ്മള് ഇപ്പൊ ആശിഷേ നീ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒന്നും പറയില്ല, ഇല്ലേ? നിങ്ങൾ വേറെ ആരെങ്കിലും ഒരാളുടെ പേര് പറയും, ഓഫ് കോഴ്സ് വേറെ ആരെങ്കിലും പേര് പറയും, അല്ലെ? നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആയിരിക്ക? നമുക്ക് തന്നെയാണ്. ഓഫ് കോഴ്സ് നമുക്കാണ്. നമ്മുടെ പ്രയോറിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളാ. ഓക്കെ, ഇപ്പൊ ഷാഹിദിന്റെ പ്രയോറിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് ഷാഹിദ് മാത്ര. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. അത് കഴിഞ്ഞിട്ടേ വേറെ ഒരാൾക്ക് സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ലൈഫിലേ രക്ഷപ്പെട്ടു. ആര്യൻ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആര്യൻ?
മമ്മി എന്നാണ് പറഞ്ഞത്. കണ്ടോ, സ്വാഭാവികം. അനിൽ സാർ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മേനാന്ന് പറഞ്ഞു. ഒരിക്കലും നമ്മൾ നമ്മുടെ തന്നെ പേര് പറയില്ല, ഉറപ്പാണ്. ഈ മമ്മീനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അത് ശരിയാണ്. എല്ലാവരും അമ്മ എന്ന് പറയുള്ളൂ. ഞാനിപ്പോ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ അമ്മേനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയും. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, അല്ലെ? അമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നതാ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ചിരിച്ച് സന്തോഷിച്ചിരിക്കണം. നമ്മുടെ സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെയാണ് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പരിചരിക്കേണ്ടത് ആരെയാ? നമ്മളെ. ആദ്യം അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മളെ സ്വന്തമായിട്ട്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ പഠനം, നമ്മുടെ ലൈഫ് ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യത്തിന്. വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക്. ഞാൻ ഇപ്പോഴേ പറയുന്നു, വേറെ ഒന്നും വേണ്ട. ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ മാത്രം. ഓക്കെ, അത് ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യം. എപ്പോഴും വലുതായിട്ട് ഒരു കുട്ടി ഒരു 16 വയസ്സോളം ഭയങ്കര ബുദ്ധിയുള്ളവനാണ്. പക്ഷെ ഒരു 60 വയസ്സുള്ള ഒരാള് ഈ 16 വയസ്സുള്ളവൻ പറഞ്ഞു കേൾക്കണോ, 60 വയസ്സുള്ള ആള് പറഞ്ഞു കേൾക്കണം? ഓഫ്കോഴ്സ് 60 വയസ്സുള്ള ഒരാളായിരിക്കണം. കാരണം അയാൾ ജീവിതത്തിൽ അത്രയധികം വിഷമങ്ങളും ദുഃഖങ്ങളും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാ. അപ്പൊ അവര് പറയുന്ന കാര്യത്തിലായിരിക്കും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഉള്ളടക്കം ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ ലൈഫിൽ നിന്ന് ഞാൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മൾക്കായിരിക്കണം പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തു, അല്ലെ? SLC മോട്ടിവേഷൻ സ്റ്റോറി പറയാൻ അത് ഞാൻ പറയാം, അത് എക്സാം ടൈം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ കഴിഞ്ഞു. രണ്ടാമത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടി. അമൃത കുറെ നേരെ എന്നെ ഹിറ്റ്ലറാക്കാൻ നോക്കുന്നു, ഞാൻ ആകത്തില്ല. അതുകൊണ്ടാണോ സാർ ഹിറ്റ്ലർ ആയത്? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, അല്ലെ? എന്താണ് ഇക്വേഷൻ? V is equal to d/dt of x. ഓക്കെ, d/dt of x ആണ് അടുത്തത്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ എഴുതി കൊടുക്കുന്നു, d/dt of x-ന്റെ വാല്യൂ എന്തായിരുന്നു? ഞാൻ ക്യൂബാക്കി മാറ്റിയായിരുന്നു. 2 into t raised to 3 plus 3t plus 5, അല്ലെ? സെപ്പറേറ്റ്ലി എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, സെപ്പറേറ്റ്ലി അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. d/dt ഓഫ്, നിങ്ങൾ ഒപ്പത്തിനൊപ്പം ചെയ്തോട്ടോ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളത്. t raised to 3 plus d/dt ഓഫ് 3t plus d/dt of 5. Okay, d/dt of 5. Then അടുത്തത് എന്താ? ആ ഡെറിവേഷന്റെ റൂൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡെറിവേഷന്റെ റൂള് അപ്ലൈ ചെയ്യുന്നു. ഡെറിവേഷന്റെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂവിനെ പുറത്തെടുക്കണം. ഓക്കെ, 2നെ പുറത്തെടുത്തു. Then d/dt of tq. ഓക്കെ, tq പ്ലസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂനെ പുറത്തെടുത്തു, 3നെ പുറത്തെടുത്തു. dt/dt പ്ലസ് 0. ഓക്കെ, പ്ലസ് 0. ഓക്കെ, ദെൻ ഒന്നും കൂടെ റൂൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് എഴുതാം. 2 into 3 into t 3 minus 1. ഓക്കെ, 3 minus 1 പ്ലസ് എന്ത് വരും? 3. ഓക്കെ, പ്ലസ് 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6t square plus 3 എന്ന് കിട്ടും. v is equal to 6t square plus 3 എന്ന് കിട്ടും. v ന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി. ഓക്കെ, വെലോസിറ്റി വാല്യൂ എന്താണെന്ന് കിട്ടി. ഇൻസ്റ്റന്റേനിയസ് ടൈമിലാണ്, അതായത് പർട്ടിക്കുലർ ടൈമിലാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? at t is equal to എത്രയാണ്? 3 സെക്കൻഡ്. ഓക്കെ, t is equal to 2 സെക്കൻഡ്, അല്ലെ? 2 സെക്കൻഡ്. ഓക്കെ, അപ്പോ ടിക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 2 ഇട്ട് കൊടുക്കുന്നു. v is equal to 6 into 2 square plus 3, അതായത് 6 into 4 plus 3, 24 plus 3 is equal to 27. യൂണിറ്റ് ഏതാൻ മാർക്കരുത്, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, സെറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് വെലോസിറ്റി കണ്ടുപിടിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്ന് നോക്കിയേ.
കിട്ടി. ഷാഹിദേ, നീ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളട്ടാ. ഒരു ക്വസ്റ്റ്യൻ ഇട്, എന്നാലേ കിട്ടേണ്ടതെന്ന് മനസ്സിലാവും. എടാ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നീ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്തില്ലേ? രണ്ടാമത്തെ ആട്ടോ, രണ്ടാമത്തിന്റെ ഉത്തരാണ്. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തൊരു ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദ, നിജിലെ നീ ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. കാൽക്കുലേറ്റ് ദ ആവറേജ് ആക്സിലറേഷൻ ബിറ്റ്വീൻ ടൈം 1 സെക്കൻഡ് ആൻഡ് ടൈം 3 സെക്കൻഡ്. ഓക്കെ, രണ്ട് ടൈമുകൾ തന്നിട്ടുണ്ട്. ഇതിന്റെ ആവറേജ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആവറേജ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താ, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, അതായത് v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. അതാണ് ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കണം, അല്ലാതെ നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ എപ്പോൾ പഠിക്കുന്നതാണ്? നിങ്ങളുടെ 9th ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, 9th ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 9th തന്നെ. അപ്പൊ നമുക്ക് നോക്കാം എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ പൊസിഷനും നമ്മുടെ വെലോസിറ്റി എഴുതി വെക്കുന്നത് കേട്ടോ. 2t⁻³ പ്ലസ് 3t പ്ലസ് 5 ആയിരുന്നു. ദെൻ വി എന്ന് പറയുന്നത് 6t² പ്ലസ് 3 അല്ലെ, 3. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ആണ്. സോറി, ആക്സിലറേഷൻ, ആവറേജ് ആക്സിലറേഷൻ. Average acceleration is equal to v2 minus v1 by t2 minus t1. Okay. അതെ, PYQ ആണ് സാധനം. PYQ ആണ്. ദെൻ ഗൈഡിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് T1 കണ്ടുപിടിക്കണം. ഓക്കെ, T1 കണ്ടുപിടിക്കണം. T1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ വെലോസിറ്റി ഉണ്ടല്ലേ, വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി അല്ലെ, വെലോസിറ്റി ഇക്വേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ T1 എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. അതിലെ കണ്ടുപിടിക്കാനായിട്ട് സിമ്പിൾ ആണ്. v1 ഈസ് ഈക്വൽ ടു ആ ടീന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്താൽ മതി, ഇൻറ്റു 1² പ്ലസ് 3, അതായത് 6 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 കിട്ടും. 9 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ദെൻ T2 എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണ് അല്ലെ, 3 സെക്കൻഡ് ആണ്. അപ്പോ എന്താണ്? v ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു t² പകരം 3². ഓക്കെ, 3² പ്ലസ് 3. അപ്പോ 6 ഇൻറ്റു 9 പ്ലസ് 3 വരും അല്ലെ, 6 ഇൻറ്റു 9 പ്ലസ് 3 എന്ന് വരും. അതായത് എത്രയാണ്? 57 ആണോ? 6 ഇൻറ്റു 9 പ്ലസ് 3, യെസ്, 57 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, സെറ്റ്. ദെൻ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമ്മുടെ ആക്സിലറേഷൻ, ആവറേജ് ആക്സിലറേഷൻ. v2 എന്ന് പറയുന്നത് എത്രയാണ്? 57 ആണ്. 57 മൈനസ് 9 ബൈ 3 മൈനസ് 1 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? എത്രയാണ്? 57 മൈനസ് 9 എന്ന് പറയുമ്പോൾ 48. 48 ബൈ 2 ഇസ് ഈക്വൽ ടു 24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, 24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. 24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സിമ്പിൾ. ദെൻ അടുത്തത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? a is equal to dv by dt ആണ്. ഓക്കെ, dv by dt ആണ്. അതും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, വേഗം എഴുതി വെക്കാം. എഴുതാത്തവരുണ്ടെങ്കിൽ വേഗം എഴുതി വെക്കാം.
വൈഗ എന്താണ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ പറയാം. രണ്ടാമത്തെ ക്വസ്റ്റിനും മൂന്നാമത്തെ ക്വസ്റ്റിനും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം, പക്ഷെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ വെച്ച് ചിന്തിരിക്കും. ഞാൻ ഗ്രാഫൊക്കെ പഠിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. 8-11 ഞാൻ ഇപ്പോഴും ചിന്തിച്ചത്. ഓക്കെ, യെസ്. അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ അറ്റ് ടൈം 2 സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം v is equal to 6t² plus 3. വെലോസിറ്റിയുടെ ഇക്വേഷൻ അതാണെന്ന് അറിയാം. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് dv/dt ആണ് ചെയ്യേണ്ടത്. ഓക്കെ, dv/dt ആണ് ചെയ്യേണ്ടത്. ഓക്കെ, dv/dt ആണ് ചെയ്യുന്നത്. അതൊക്കെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർഷൻ തിരിയില്ലോ. അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ കഴിഞ്ഞിട്ട് സൺഡേ ക്ലാസ് ഒക്കെ വെക്കേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, d/dt ഓഫ് വിക്ക് പകരം 6t² plus 3 ഇട്ട് കൊടുക്കുന്നു. ദെൻ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യുന്നു? എന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, സെപ്പറേറ്റ്ലി ഡെറിവേറ്റീവ് എടുക്കുന്നു. 6 into d/dt ഓഫ് t² plus d/dt ഓഫ് 3. d/dt ഓഫ് 3. ദെൻ എന്താണ്? 6 into a is equal to 6 into 2t അല്ലെ, 6 into t minus t raised to 2 minus 1 plus 0. ഓക്കെ, അപ്പോ എന്ത് വരും? നമുക്ക് 12t എന്ന് കിട്ടും. a is equal to 12t എന്ന് കിട്ടും. അറ്റ് t is equal to 2 സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡിലെ ആക്സിലറേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ a is equal to 12 into 2 is equal to 24 meter per second square. ഓക്കെ, 24 meter per second square. ഇത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ന്യൂ ക്വസ്റ്റ്യൻ പ്ലീസ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞടാ. ക്വസ്റ്റ്യൻ ഉണ്ട് എന്റെ കയ്യില്, ഒരെണ്ണം കൂടി ഉണ്ട്. എല്ലാവരും ഇത് കഴിഞ്ഞല്ലോ. നമ്മൾ ഇന്നൊരു ദിവസം 3/4 മണിക്കൂറായി ഒരൊറ്റ ക്വസ്റ്റ്യനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒറ്റ ക്വസ്റ്റ്യൻ. മറ്റേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ എഴുതി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ വീണ്ടും പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ടൈമില്ല. ഇതാണ് അടുത്തൊരു ചോദ്യം. ഇത് 2015 ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നല്ല കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇക്വേഷൻ അറ്റ്ലീസ്റ്റ് വെറുതെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഏതാ വാല്യൂസ് ഇട്ട് കൊടുക്കുക ചെയ്യാം, ഇക്വേഷൻ ഏതാ വാല്യൂസ് ഇട്ട് കൊടുക്കുക ചെയ്യാം. അത്ര ഉള്ളതിൽ വേറെ ഒന്നുമില്ല. നിങ്ങളത് ഒരു വട്ടം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എളുപ്പമാണ്. ഓക്കെ, ഇത് 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യം. എന്താണ്? സംഭവം എളുപ്പമാണ്. ഓക്കെ, സംഭവം എളുപ്പമാണ്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 3 TQ. ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ ടൈമിന്റെ ക്യൂബിന് ഈക്വൽ ആണ്. ദെൻ ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. സമയം കൂടുന്നതിനനുസരിച്ച് ഈ ഒബ്ജക്റ്റിന്റെ ആക്സലറേഷനും കൂടുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് എഴുതി വെക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ? എക്സ്. ഓക്കെ, എക്സ്. അത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടി ക്യൂബ്. ഓക്കെ, ടി ക്യൂബ്. ടി ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. വല്ല നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നേ, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു കെ ടി ക്യൂബ് എന്ന് കിട്ടും. കെ ടി ക്യൂബ് എന്ന് കിട്ടും. ദെൻ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഷോ ദാറ്റ്
ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് ഓരോ പർട്ടിക്കുലർ ടൈമിനനുസരിച്ച് ആക്സലറേഷൻ കൂടുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, നമുക്ക് ആക്സലറേഷനിലോട്ട് എത്തിക്കണം. ഓക്കെ, ആക്സലറേഷനിലോട്ട് ഇതിനെ എത്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആദ്യം കാണും, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ പിന്നെ കാണും. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് എന്ത് കാണാം? വെലോസിറ്റി കാണാം. v is equal to d/dt of x. അപ്പൊ v is equal to എന്ത് വരും? d/dt of kt cube. ഓക്കെ, d/dt of kt cube. Then k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്, പുറത്തെടുത്ത് എഴുതി. v is equal to k പുറത്തെടുത്തു, d/dt of t cube. Then k into 3 into t raised to 3 minus 1. വെലോസിറ്റി എത്ര കിട്ടി? k into 3t സ്ക്വയർ എന്ന് വരും. അതായത് 3kt സ്ക്വയർ കിട്ടും. v is equal to 3kt സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, v is equal to 3kt സ്ക്വയർ എന്ന് കിട്ടും. വെലോസിറ്റി കിട്ടി. ഓക്കെ, വെലോസിറ്റി കണ്ടെത്തി എഴുതി വെച്ചു. ദെൻ നമുക്ക് എന്ത് വേണം? ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt ആണ്. v ന്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കാം. ഓക്കെ, v ന്റെ സ്ഥാനത്ത് ഇത് ഇട്ട് കൊടുക്കാം. ഈസ് ഈക്വൽ ടു വിക്ക് പകരം 3kt സ്ക്വയർ ബൈ dt. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂനെ പുറത്തെടുത്തു. 3k എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ 3k നെ പുറത്തെടുത്തു, d/dt ഓഫ് ടി സ്ക്വയർ. ഓക്കെ, d/dt ഓഫ് ടി സ്ക്വയർ. ദെൻ അതിന്റെ ഡെറിവേറ്റീവ് കാണുന്നു. അപ്പോൾ 3k ഇൻറ്റു 2 t raised to 2 minus 1, അതായത് 6kt എന്ന് കിട്ടും. ഓക്കെ, 6kt എന്ന് കിട്ടും. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 6kt എന്ന് കിട്ടും. ഓക്കെ, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 6kt എന്ന് കിട്ടി. അത് വരെ എഴുതി വെച്ചു. ഓക്കെ, ഇതിലെ സെറ്റ് ആണ്. ഓക്കെ, 6kt എന്ന് എഴുതി വെച്ചു. സെറ്റ് കഴിഞ്ഞു. അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു എക്സ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്ന് എടുത്തു. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തേ? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇതെന്താ? ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനെ തിരിച്ച് പ്രൊപ്പോർഷണാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് എടുത്ത് കളയണം. അല്ല, തിരിച്ച് പ്രൊപ്പോർഷണാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് ആ കോൺസ്റ്റന്റ് എടുത്ത് കളയണം. അപ്പൊ നമുക്ക് 6k എന്ന് പറയുന്നത് എന്താ? കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എ പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് എഴുതാം. എഴുതി കൂടെ? ആക്സലറേഷൻ പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് എഴുതി കൂടെ? അതായത് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. തിരിച്ച് പ്രൊപ്പോർഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ആ കോൺസ്റ്റന്റിനെ എടുത്ത് കളഞ്ഞാൽ മതി. ഉത്തരായി കഴിഞ്ഞു. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. ഇവിടെ ടൈം കൂടിയാൽ ആക്സലറേഷനും കൂടില്ലേ? ഇല്ലേ? ടൈം കൂടിയാൽ ആക്സലറേഷനും കൂടില്ലേ? പ്രൊപ്പോർഷണൽ അല്ലേ? ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കൂടണം, സ്വാഭാവികം. ഇത്രേ ഉള്ളൂ പ്രൂഫ്. നിങ്ങൾ ഇപ്പൊ വിചാരിക്കും, ഈശ്വര ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വേറെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേടിക്കണ്ട. വരാണെങ്കിൽ ഈ ചോദ്യം വരും. വരാണെങ്കിൽ എക്സാക്ട് ഈ ചോദ്യമേ വരുള്ളൂ, വേറെ ചോദ്യം വരില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ വരാണെങ്കിൽ ഇതേ വരും, വേറെ ചോദ്യം വരില്ല. അപ്പൊ എളുപ്പല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന കാര്യം എളുപ്പമായില്ലേ? ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പൊസിഷൻ ആണ്. പൊസിഷൻ എന്ന് പറയുന്നത് ടി ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ ഷോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ആക്സിലറേഷനോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേസ്മെന്റിന് എന്ത് ചെയ്യണം? അവിടെ വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കണം. ദെൻ വെലോസിറ്റി കണ്ടുപിടിച്ച് ആക്സിലറേഷൻ പിന്നീട് കണ്ടുപിടിക്കണം. ദെൻ പ്രൂവ് ചെയ്യാം. ഇതൊരു തവണ എഴുതി പഠിച്ചു. ഓക്കെ, എക്സാക്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങളോട് ചോദിക്കുള്ളൂ, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസാനം ചോദിച്ച 2015 ചിലപ്പോൾ ചോദിക്കാനും വഴിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. ഓക്കെ, ചെയ്യാൻ കിട്ടണം. എഴുതി കഴിഞ്ഞല്ലോ, സെറ്റ് അല്ലേ? അപ്പോ ഡെറിവേറ്റീവിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഡെറിവേറ്റീവിന്റെ കാര്യം വരില്ല. സാറിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോയി കൂടെയാണോ? എന്തിന്? ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുക എന്ന് പറയുന്നതൊക്കെ എന്ത് പറയാ, അത്ര വലിയ തലയുള്ളവന്മാരായിരിക്കും. ഐ മീൻ ഗവൺമെന്റ് ജോലിക്കാരായിരിക്കും.
ഗവൺമെന്റ് ജോലിയിൽ കയറി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്റെ പേര് എഴുതിയിരിക്കും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് രാശി സാറാണ്. അല്ലാണ്ട് പിന്നെ നിങ്ങളെങ്ങനെ അറിയാം ഞാനാണ് ഇട്ടേന്ന്? ഓക്കെ ഓക്കെ ഓക്കെ. അതോടുകൂടി നമ്മുടെ ഡെറിവേറ്റീവ് പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഗ്രാഫുകളെ പറ്റിയാണ്. ഇനി എളുപ്പം, ഇനി ജസ്റ്റ് വരയ്ക്കാനും പിടിക്കാനും മാത്രം. ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഓടി പൊക്കോളൂ. ഡെറിവേഷനും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞു. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഡെറിവേഷനും കാര്യങ്ങൾ കഴിഞ്ഞു. ഇതുവരെയാണ് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് വരുള്ളൂ. ഇനി കഴിഞ്ഞിട്ടൊക്കെ എന്താണ്, ഇതുപോലുള്ള ഗ്രാഫുകളൊക്കെയാണ്. ഓക്കെ, ഗ്രാഫുകളൊക്കെയാണ്, സിമ്പിളാണ്. നോക്കാം. നമ്മൾ എല്ലാ ടൈപ്പ് മോഷനും തൊട്ട് മുന്നേ പഠിച്ചിരുന്നു. ആക്സലറേഷൻ പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, സ്പീഡ് പഠിച്ചു, ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചു, ഡിസ്റ്റൻസ് പഠിച്ചു, ഇല്ലേ? എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഈ കൊല്ലം അല്ല പഠിച്ചത്, 9 തൊട്ട് പഠിക്കുന്നതാ, അല്ലെ? 9th തൊട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതാ. അപ്പൊ നമുക്ക് അപ്പോഴും നിങ്ങൾ ഗ്രാഫിനെ പറ്റി പഠിച്ചിട്ടുണ്ടാകും, ഇല്ലേ? പഠിച്ചിട്ടില്ലേ? ആ, പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് പേപ്പറിൽ ഗ്രാഫ് വരയ്ക്കാനൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതാ. അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. ഒന്നുമില്ല, എക്സ്ട്രാ വേറെ ഒന്നും വരുന്നില്ല. 3 ടൈപ്പ് ഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ദെൻ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഈ 3 പഠിക്കാനുള്ളത്. ഈ 3 കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ട കാര്യം എന്താ? ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ്, അത് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, ആദ്യമേ തന്നെ അത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കംപ്ലീറ്റ്ലി മാറും. ഓക്കെ, കംപ്ലീറ്റ്ലി മാറാം. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അമൃത എന്നെ ഹിറ്റ്ലർ ആക്കണോ വെറുതെ? ബേസിലെ അശ്വജിത്ത്, നീച്ചിലെ ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ദെൻ ഷാഫിദ്, ആതിര, അജയ് ക്യാമറ ചെയ്ത് വെച്ചറ. ബേസിൽ കറണ്ട് ഇല്ല, അതാ കറണ്ട് ഇല്ലെങ്കിൽ ടൈം. അപ്പൊ നമുക്ക് വരയ്ക്കാം. ദെൻ ഞാനൊരു കണ്ടീഷൻ കൊടുക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്നു. ഓക്കെ, റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോ റെസ്റ്റിലിരിക്കുമ്പോൾ അതിനെന്തുണ്ട്? പൊസിഷൻ ചേഞ്ച് വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, അത് ഇരുന്നോടത്ത് തന്നെ ഇരിക്കാം. പക്ഷെ സമയം കൂടുന്നുണ്ട്, അല്ലെ? 11 മണിക്ക് നോക്കി ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നു. 12 മണിക്ക് നോക്കി ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നു. 1 മണിക്ക് നോക്കി ആ ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നു, അല്ലെ? സമയം കൂടുന്നുണ്ട്, പക്ഷെ അതിന്റെ പൊസിഷൻ നീങ്ങുന്നില്ല. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ എക്സ് ആക്സിസില് ടൈം ഡിനോട്ട് ചെയ്തു, വൈ ആക്സിസില് പൊസിഷൻ ഡിനോട്ട് ചെയ്തു. കാരണം പൊസിഷൻ ടൈം ഗ്രാഫ് ആണല്ലോ. അപ്പോ വൈ ആക്സിസിലെ പൊസിഷനും എക്സ് ആക്സിസിലെ ടൈമും ഡിനോട്ട് ചെയ്തു. ദെൻ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് പോകും. പൊസിഷൻ മാറുന്നില്ല. ഓക്കെ, പൊസിഷൻ മാറുന്നില്ല, പക്ഷെ സമയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലെ പൊസിഷൻ മാറുന്നില്ല, സമയം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, ഫസ്റ്റ് വൺ. ദെൻ രണ്ടാമത്തെ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ? യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം വെലോസിറ്റി, അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ ഇതിലെ തന്നെ 2 കാര്യങ്ങളുണ്ട്, 2 കേസുകളുണ്ട്. ഒന്ന് പോസിറ്റീവ് വെലോസിറ്റിയും മറ്റൊന്ന് നെഗറ്റീവ് വെലോസിറ്റിയും. ഓക്കെ, ഒന്ന് പോസിറ്റീവ് വെലോസിറ്റി, മറ്റൊന്ന് നെഗറ്റീവ് വെലോസിറ്റി. അപ്പോ പോസിറ്റീവ് വെലോസിറ്റി നോക്കാം. പോസിറ്റീവ് വെലോസിറ്റിയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഓക്കെ, പോസിറ്റീവ് വെറും വെലോസിറ്റി അല്ല, യൂണിഫോം വെലോസിറ്റി, അതുകൂടെ ഉള്ളത്. പോസിറ്റീവ് യൂണിഫോം, ഞാൻ മഞ്ഞ കളറിലായിരുന്നു, ഇങ്ങനെയുള്ള കാര്യം. യൂണിഫോം വെലോസിറ്റി. ഓക്കെ,
അപ്പൊ പോസിറ്റീവ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന് ചേഞ്ച് വരുന്നുണ്ട്, പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സമയവും മാറുന്നുണ്ട്, പക്ഷെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് വാല്യൂവിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഒരു കോൺസ്റ്റന്റ് വസ്തുവിന്റെ ഗ്രാഫ് വരുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എക്സ് ആക്സിൽ ടൈമും എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ പൊസിഷനും അടയാളപ്പെടുത്തി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഗ്രാഫ് പോകാം. ഇൻക്ലൈൻഡ് ആയിരിക്കും ഗ്രാഫ് പോകാം. ദെൻ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി. നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി. നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ഒറിജിൻ, ഗ്രാഫിന്റെ ഒറിജിൻ ഞാനാണെന്ന് വിചാരിക്കാം. എന്നിൽ നിന്ന് ദൂരോട്ട് പോയി, യൂണിഫോം വെലോസിറ്റിയിൽ ദൂരോട്ട് പോയി. അപ്പൊ നമുക്ക് ഗ്രാഫ് ഉത്തരം മുകളിലോട്ട് കിട്ടി. ഓക്കെ, ദെൻ ആ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ച് എന്നിലോട്ട് വരാണ്. ഓക്കെ, പോയ സ്ഥലത്ത് നിന്ന് തിരിച്ച് എന്നിലോട്ട് വരാണ്. അതാണ് നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം? എക്സ് ആക്സിൽ ടൈം അടയാളപ്പെടുത്തി, വൈ ആക്സിസിലെ പൊസിഷൻ അടയാളപ്പെടുത്തി, ദെൻ ഇങ്ങനെ താഴോട്ടായിരിക്കും. സമയം കൂടുന്തോറും വെലോസിറ്റി കുറഞ്ഞു 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 വരും. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് ഇരിക്കുക. ഈ ഗ്രാഫുകളൊക്കെ നിർബന്ധമായിട്ടും കാണാതെയോ അല്ലാതെയോ മനസ്സിലാക്കിയോ എങ്ങനെയാണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, പഠിച്ചിട്ടുണ്ടാവണം. ഗ്രാഫ് ഒബ്ജക്റ്റ് ആയിട്ട് റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒബ്ജക്റ്റ് ആയിട്ട് റെസ്റ്റ് സ്ട്രേറ്റ് ലൈൻ ആണ്, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിൽ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് കുത്തന മോളിലെയാണ്, നെഗറ്റീവ് കുത്തന താഴോട്ടാണ്. അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, പഠിച്ചു വയ്ക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വരയ്ക്കാൻ പഠിച്ചു വയ്ക്കാം. ഓക്കെ, വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് വരച്ചല്ലോ. വരച്ചില്ലേ? ദേവപ്രിയ എന്താണ് വരച്ചില്ല എന്ന് പറയാനാണോ? ഇല്ല ഇല്ല ഇല്ല, അത് ഏത് ഗ്രാഫാണെന്ന് നോക്കിയേ. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണോ പൊസിഷൻ ടൈം ഗ്രാഫ് ആണോ എന്ന് നോക്കിയേ. ക്ലാസ്സിന്റെ ബുക്ക് എടുത്തൊന്ന് മുകളിൽ നോക്കി നോക്കിയേ, അവിടെ വ്യത്യാസം ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എക്സ് ആക്സിൽ എന്ത് അടയാളപ്പെടുത്തുന്നോ വൈ ആക്സിൽ എന്ത് അടയാളപ്പെടുത്തുന്നോ അത് നോട്ട് ചെയ്യണം. ഓക്കെ, ഇത് നേരെ വെലോസിറ്റി ടൈം ഗ്രാഫിലോട്ട് വരുമ്പോൾ ഗ്രാഫ് മാറും. ഓക്കെ, പൊസിഷൻ ടൈം ഗ്രാഫിലുള്ള ഗ്രാഫുകളായിരിക്കില്ല വെലോസിറ്റി ടൈം ഗ്രാഫിൽ വരുന്ന, ഗ്രാഫ് മാറും. അതാണ് പറഞ്ഞ് നിർബന്ധമായിട്ടും സെപ്പറേറ്റ് എക്സ് ആക്സിൽ എന്താണോ വൈ ആക്സിൽ എന്താണോ നോക്കിയിട്ട് ഗ്രാഫ് പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് വരച്ചു കഴിഞ്ഞു, സെറ്റാണ്. അടുത്തത് എന്താണ്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. അതിനും എന്തുണ്ട്? പോസിറ്റീവ് ആക്സിലറേഷനും ഉണ്ട്, നെഗറ്റീവ് ആക്സിലറേഷനും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ, പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ. അപ്പോ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, യൂണിഫോം ആക്സിലറേഷൻ ആണോ? എന്തൊരു കാര്യം കണ്ടോ, യൂണിഫോം ആക്സിലറേഷൻ എന്ന് കണ്ടാൽ അവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒരേപോലെ ആയിരിക്കും പോകുന്നത്. അപ്പോ ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? ആക്സിലറേഷൻ ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷനിൽ ആരാണ് കോൺസ്റ്റന്റ്? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അത് അറിഞ്ഞു വെക്കാം, മറക്കാതെ പഠിച്ചും വെക്കാം. ഞാൻ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? പൊസിഷൻ ആൻഡ് ടൈം അടയാളപ്പെടുത്തി, ദെൻ ഇങ്ങനെ വളഞ്ഞ് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ വളഞ്ഞ് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ഗ്രാഫ്. ദെൻ നെഗറ്റീവ് വരയ്ക്കുമ്പോഴോ? നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ
ഗ്രാഫ് വരുന്നത് ടൈം അടയാളപ്പെടുത്താം, പൊസിഷൻ അടയാളപ്പെടുത്താം. നെഗറ്റീവ് ആണല്ലേ, അപ്പൊ തിരിച്ച് താഴോട്ടായിരിക്കും വരാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും. സോറി, ഇങ്ങനെയല്ല കേട്ടോ, സാധനം മാറി. ഇങ്ങനെയല്ല, ഇങ്ങനെ. സമയം കൂടുന്നില്ലേ, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരാം. എനിക്ക് പ്ലസ് വൺ ക്ലാസ് ബോറിംഗ് ആണല്ലേന്നോ? എനിക്ക് അധികം ചിരിച്ച് കളിക്കാൻ പറ്റുന്നില്ല, എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ ഇങ്ങനെ വിങ്ങി വിങ്ങി വേദന എടുത്തോണ്ടിരിക്കുക. ഞാൻ ഈ വേദനയിൽ എങ്ങനെയാണ് ഗൈസ് ചിരിച്ച് ക്ലാസ് എടുക്കുക? നിങ്ങളാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകണ്ട, എന്നെക്കാളും കൂടുതൽ. പിന്നെ പ്ലസ് വൺ ക്ലാസ് മൊത്തത്തിൽ ഇതാണെന്നോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, വരച്ച് കഴിഞ്ഞല്ലോ, സെറ്റ് ആണല്ലോ. സാറിന് നിങ്ങൾ ബോറിംഗ് ആണെന്നോ? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ബോറിംഗ് ആണെന്ന്? എപ്പോഴേലും പറഞ്ഞു? എടാ, ഞാൻ പറയുന്നത് കേക്ക്. അതായത് 10ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കുഞ്ഞു കുട്ടികളാണ് എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും. പ്ലസ് വൺ പ്ലസ് ടു, അതായത് പ്രീ ഡിഗ്രി, വലിയ കുട്ടികൾ, ആ ഒരു മൈൻഡ് സെറ്റാ. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം 10ാം ക്ലാസ്സിൽ പറയുന്ന അതേ കാര്യങ്ങൾ പ്ലസ് വണ്ണിലോട്ട് പ്ലസ് ടുലോട്ട് കൊടുക്കുമ്പോൾ അവന്മാരെന്നെ ആക്കി വിടും. ഞാൻ പിന്നെ മിണ്ടാ നിൽക്കില്ല. വായ തുറന്നു കഴിഞ്ഞാൽ ഞാൻ വരെ കളിയാക്കും. അതുകൊണ്ടൊന്നും പറയാൻ നിൽക്കില്ല. എന്തെങ്കിലും പറഞ്ഞാൽ പോയി, ഈശ്വര. ആ ഒരു പ്രശ്നം. കുട്ടികളൊക്കെ വലുതായി. സാർ, ഞങ്ങൾ വലിയ പിള്ളേരാണ്, ഞങ്ങളുടെ ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചളി തന്നെ പറയുന്നൊക്കെയായിരുന്നു കഴിഞ്ഞ കൊല്ലം ഓരോരുത്തന്മാര് പറഞ്ഞായിരുന്നു. എല്ലാ കൊല്ലം ഓരോരുത്തന്മാരുണ്ടാവും. ഇക്കൊല്ലം പ്ലസ് ടുവിൽ ഒരു തരുന്നുണ്ട്, അശ്വിൻ കൃഷ്ണ എന്ന് പറയുന്നത്. ഭയങ്കര പ്രശ്ന. അവൻ കമന്റിട്ട് എന്തെങ്കിലും അവന്റെ കമന്റ് കാണുന്നവരെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങൾക്ക് മുമ്പേ പാസ് ഔട്ട് ആയി പോയവർക്ക് അഭിജിത്ത് ഇവിടെ ഉണ്ട്. ഷാഹിദ് ഒന്ന് മൂഡ് ഔട്ട് ആയതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കുന്നു മാത്രം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ടാവും, ഞാൻ വായിക്കാമ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ്, ഓക്കെ, ഗ്രാഫ് മാറി, പൊസിഷൻ ടൈം ഗ്രാഫ് മാറി. ഇനി ഉള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫില് എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം ആയിരിക്കും കേട്ടോ. ടൈം ഒരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം തന്നെ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് റെസ്റ്റ്, അതായത് നമ്മളിപ്പോ തൊട്ട് മുന്നേ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് വരച്ചു ഇല്ലേ? അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫില് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് പൊസിഷൻ മാറുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിന് വെലോസിറ്റി ഉണ്ടാവോ? അനങ്ങാതിരിക്കുന്ന ഒരു സാധനത്തിന് വെലോസിറ്റി ഉണ്ടാവോ? ഇല്ല. അപ്പൊ അതിന് ഗ്രാഫും ഇല്ല. അപ്പൊ അതിന് ഗ്രാഫും ഇല്ല, അതിന് ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത കാര്യം എന്താ? യൂണിഫോം വെലോസിറ്റി ആണ്, യൂണിഫോം മോഷൻ ആണ്. അത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ നോക്കാം, എന്താണ് യൂണിഫോം മോഷൻ ഓർ വെലോസിറ്റി? യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ്? അവിടെ വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ്, എക്സ്പ്രഷൻ അല്ല, വെലോസിറ്റി ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. വലിയ കുട്ടി എന്ന് സാറ് മാത്രമേ പറയൂ, എപ്പോഴും ഞാൻ മെച്ചൂർഡ് അല്ല എന്നാണ് അർത്ഥം പറയുന്നത്. അമ്മമാർക്കൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടിയായിരിക്കും. എനിക്ക് ഇപ്പോഴും ചോരും കെട്ടി കൊട്ട് കിട്ടാറുണ്ട്, അത് വേറെ കാര്യം. ദെൻ എന്താണ്, പക്ഷെ ഞങ്ങൾക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് യൂണിഫോം പഠിപ്പിച്ചു. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫിൽ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് വെലോസിറ്റി, മൂവിങ് വിത്ത് യൂണിഫോം മോഷൻ? അതല്ല നമ്മൾ ആദ്യമേ പഠിപ്പിച്ചാർന്നേ. യൂണിഫോം മോഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫ് അല്ലേ നേരെ കുത്തനെ വരച്ചേ? നിക്ക് നിങ്ങളുടെ എല്ലാ സംശയം, ഇതൊക്കെ എല്ലാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ നോക്കാം. ഓക്കെ, ഇതിനും എന്തുണ്ട്? പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് എന്ത്? യൂണിഫോം വെലോസിറ്റി. ഓക്കെ, പോസിറ്റീവ് യൂണിഫോം
വെലോസിറ്റി. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ടൈം ഗ്രാഫില് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരാം? ഇവിടെ ടി കൊടുത്തു, ഇവിടെ വി കൊടുത്തു. വെലോസിറ്റി ടൈം ഗ്രാഫില് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരും? ടൈം കൂടുന്നുണ്ടോ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടാവോ? ഇല്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. വെലോസിറ്റി എവിടെയാണോ, ഇപ്പൊ ഇവിടെയാണ് വെലോസിറ്റി എങ്കിൽ ആ വെലോസിറ്റി തന്നെയായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് അതിനുണ്ടാവുക. ഓക്കെ, ആ വെലോസിറ്റി തന്നെയായിരിക്കും അതിന് കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുക. വെലോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ് ആക്സിസിൽ എന്താണോ വൈ ആക്സിസിൽ എന്താണോ എന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ഇനി നമുക്ക് നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി നോക്കാം. നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, നെഗറ്റീവ് യൂണിഫോം വെലോസിറ്റി. യെസ്, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്തുകൂടെ വേണം? നെഗറ്റീവ് ആക്സിസും കൂടി വേണം. ഞാൻ ഒന്ന് നീട്ടി വരച്ചു. ഇതെന്താണ്? ടൈമാണ്. ഇത് വി, താഴോട്ട് പോയിരിക്കുന്നത് നെഗറ്റീവ് വി. അപ്പോ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സംഭവം കോൺസ്റ്റന്റാ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോ ഇങ്ങനെ വരും ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ വരും ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ വരും. വൈക അത് വരുന്നേ ഉള്ളൂ, അതെടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഓൺ ഗോയിങ്. അതാ ഞാൻ പറഞ്ഞതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സംശയം വരുന്നുണ്ടോ എന്ന് നോക്കാൻ. സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ത് തരും? ദെൻ സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് തരും? ദെൻ ഏരിയ അണ്ടർ എന്ത് തരും? ഇതൊക്കെ വരുന്നേ ഉള്ളൂ. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? ഓക്കെ, വരച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത ടൈം വരുന്നു. അടുത്ത ടൈം വരുന്നത് നോക്കാം. എന്താണ്? യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ അല്ലെ? അതായത് ഇതിന്റെ അടുത്തത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് കോൺസ്റ്റന്റ്? അവിടെ ആക്സലറേഷൻ ആണ് കോൺസ്റ്റന്റ്. ഓക്കെ, അവിടെ ആക്സലറേഷൻ ആണ് കോൺസ്റ്റന്റ്. അപ്പോ അവിടെയും ഉണ്ട് എന്ത്? പോസിറ്റീവും നെഗറ്റീവും. ഓക്കെ, പോസിറ്റീവ് ആക്സലറേറ്റഡ് മോഷൻ, യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ കേട്ടോ. അപ്പൊ ഇത് മിസ് ചെയ്യരുത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്തുകൊണ്ട്. യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. അപ്പോ യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ യൂണിഫോം ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാകണം? ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടാകണം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ 0 ആയിരിക്കും. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്. അപ്പൊ വി ടി എങ്ങനെ വരും? ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദേവപ്രിയ കണ്ടോ? ഇങ്ങനെയായിരിക്കും ദേവപ്രിയ കുറച്ച് നേരത്തെ പറഞ്ഞു. ദെൻ ഇതിനും ഉണ്ട് എന്ത്? നെഗറ്റീവ് യൂണിഫോം ആക്സലറേഷൻ. അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? നേരെ കുത്തനെ താഴോട്ട് അല്ലേ? ടി അടയാളപ്പെടുത്തി, പി അടയാളപ്പെടുത്തി, നേരെ കുത്തനെ താഴോട്ട് വരും. നേരെ കുത്തനെ താഴോട്ട് വരും. ഓക്കെ, നെഗറ്റീവ് ആണ്, അതുകൊണ്ട് താഴോട്ട് വരും. വെലോസിറ്റി കുറഞ്ഞാ വരുന്നത്, 0 വരുന്നത്. ഓക്കെ, സെറ്റ്. ഇതൊക്കെ പഠിക്കാനുള്ള സിമ്പിൾ ആയിട്ടൊരു ടേബിൾ ഞാൻ കാണിച്ചു തരാം. വളരെ എളുപ്പത്തിൽ ഇതൊക്കെ പഠിക്കാം. ഓക്കെ, ഇതും എല്ലാവരും വരച്ച് കഴിഞ്ഞു. ഇതൊക്കെ വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. ഇതൊക്കെ വരയ്ക്കാൻ പഠിക്കുന്നത് എന്തിനാണ്? ഇതേപോലെ ഡയറക്റ്റ്ലി വരയ്ക്കാൻ നിങ്ങളോട് പറയില്ല, ഇത് തന്നെ ഡയറക്റ്റ്ലി വരയ്ക്കാൻ നിങ്ങളോട് പറയില്ല. പക്ഷെ പ്രോബ്ലംസ് വരും. ഇതറിയാണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ആ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ സത്യം പറയാം, ഈ ഒരു സാധനം പഠിക്കാതെ, ഈ ഗ്രാഫുകളൊന്നും പഠിക്കാതെ ആ പ്രോബ്ലംസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഈ ഗ്രാഫുകൾ വരയ്ക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യം, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്താ പറയാ, വെറുതെ ഇങ്ങനെ ഒരു ഗ്രാഫ് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വരും. എന്നിട്ട് ഈ ഗ്രാഫിനെ മാറ്റി, ഇത് പൊസിഷൻ ടൈം ഗ്രാഫ് ആയിരിക്കും ചിലപ്പോൾ തരുന്നത്, ഇതിനെ മാറ്റിയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയും, അല്ലെങ്കിൽ ഇതിന്റെ വേറെ ആക്സലേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറയും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാം? അപ്പൊ ഷേപ്പ് മാറും. ഇങ്ങനെ ഇരുന്ന ഷേപ്പ് ചിലപ്പോൾ ട്രയാങ്കിൾ ആയിട്ട് മാറും, അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് മാറും, അങ്ങനെയൊക്കെ മാറും. അതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അല്ലാണ്ട് ഇതല്ല നിങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന എക്സാമിന്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ 1-2 പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇത് പഠിക്കണം, ഇത് എളുപ്പമാണ്. അപ്പൊ പിന്നെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കും. ദെൻ എന്താണ് അടുത്തത്? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, എന്താണ് എക്സ് ആക്സിൽ, എന്താണ് വൈ ആക്സിൽ, എന്താണ്. ഓക്കെ, ഇതിനും എന്തുണ്ട്? ഇവിടെ നമുക്ക് എന്താവശ്യമില്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാകും. അതായത് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, രണ്ടാം സെക്കൻഡിലും വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡിലാണ് കൂടുന്നത് എങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാകും. ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവില്ല, സീറോ ആക്സിലറേഷൻ ആയിരിക്കും. ചേഞ്ചിങ് വെലോസിറ്റി വന്നാൽ മാത്രമാണ് അവിടെ ആക്സിലറേഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമുക്ക് യൂണിഫോം ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് ആക്സിലറേറ്റഡ് ടൈം ഗ്രാഫിൽ വരയ്ക്കാൻ പറ്റില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഒരു സാധനം വരും, അതാരാണ്? യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ വരും. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ വരും. ഇവിടെയും ഉണ്ട് അതിനെന്ത്? നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ മോഷനും പോസിറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടി അടയാളപ്പെടുത്തി, എ അടയാളപ്പെടുത്തി. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ മാറുന്നില്ല. ഓക്കെ, ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ അതേ ആക്സിലറേഷൻ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. ഓക്കെ, സെറ്റ്. അടുത്തത് നെഗറ്റീവ് യൂണിഫോം ആക്സിലറേഷൻ. അതെന്തായിരിക്കും? താഴെ. ഓക്കെ, നെഗറ്റീവ് സൈഡിൽ വരും. ടി കൊടുത്തു, എ കൊടുത്തു, താഴെ കൊടുത്തു, താഴെ ആയിരിക്കും വരുന്നത് നെഗറ്റീവ് എ. ഓക്കെ, താഴെ ആയിരിക്കും ഇത് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഗ്രാഫുകളാണ് നിങ്ങൾക്ക് മൊത്തം പഠിക്കാനുള്ളത്. അതിലെ വേണമെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് കൊടുത്തു, നെഗറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കൊടുത്തതൊക്കെ ഒഴിവാക്കിക്കോ. ഓക്കെ, അതായത് ഇപ്പൊ നെഗറ്റീവ് കൊടുത്തല്ലോ, ഞാനും പറഞ്ഞല്ലോ നിങ്ങൾക്കെല്ലാം പഠിക്കാനുണ്ട്, പക്ഷെ നിങ്ങൾ വേണമെങ്കിൽ അത് ഒഴിവാക്കിക്കോ. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചെന്ന് വരില്ല. അതില്ലാതെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ എളുപ്പവഴി കണ്ടെത്തി പറഞ്ഞത് മാത്രം. ഓക്കെ, ഇത്രയും ഗ്രാഫുകൾ നിങ്ങൾ സെപ്പറേറ്റ്ലി വരച്ച് വയ്ക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. സിമ്പിൾ ആയിട്ട് ഒരൊറ്റ ടേബിൾ നോക്കി നമുക്ക് പഠിക്കാം. എല്ലാവരും വരച്ച് കഴിഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ് ഒന്നുമില്ല. ഇത് ഇപ്പൊ തന്നെ നമ്മൾ വരച്ചത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എളുപ്പത്തിൽ വരയ്ക്കാനുള്ളത് കാണിച്ചെന്താ. അപ്പോ എക്സ് ടി ഗ്രാഫിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ആ ഗ്രാഫുകളൊക്കെ ഒന്നുകൂടി വരയ്ക്കാണ് കേട്ടോ, അത്രേ ഉള്ളൂ. വരച്ച ഗ്രാഫുകളൊക്കെ ഒന്നും കൂടി വരച്ചു വെക്കും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, യൂണിഫോം മോഷനിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, യൂണിഫോം മോഷനിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ദെൻ ടി എക്സ് നെഗറ്റീവില് താഴോട്ടായിരിക്കും വരുന്നത്. ദെൻ അടുത്തെന്താ? യൂണിഫോം ആക്സിലറേറ്റഡ് ആണ്. ടി എക്സ് മുകളിലോട്ട്, ദെൻ ടി എക്സ് താഴോട്ട്. ഓക്കെ, ദെൻ ഇവിടെ എന്തില്ലായിരുന്നു? റെസ്റ്റില് വി ടി ഗ്രാഫ് ഇല്ലായിരുന്നു, നോ ഗ്രാഫ്. ഓക്കെ, നോ ഗ്രാഫ്. ദെൻ ടി
വി. അതെങ്ങനെ വരും? യൂണിഫോം ആയിട്ട് പോകും അല്ലെ. ദെൻ നെഗറ്റീവിൽ എങ്ങനെയായിരുന്നു? നെഗറ്റീവ് വി ടി താഴോട്ടായിരുന്നു. ഓക്കെ. ദെൻ മറ്റേത് കുത്തനെ മുകളിലോട്ട്. യൂണിഫോം ആക്സിലേഷനിൽ കുത്തനെ മുകളിലോട്ട്. നിങ്ങൾ വരയ്ക്കുന്ന വേണ്ട, ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരും പേജ് നിറച്ച് നോക്കി പഠിക്കണമെന്നില്ല, ഒറ്റയടിക്ക് പഠിക്കാം. നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ടേബിൾ ആക്കി വെച്ചോ, സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം ടേബിൾ ആക്കി വെച്ചോ. പഠിക്കാൻ ആഗ്രഹമുള്ളവർ സിമ്പിൾ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ആക്കി വെച്ചോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സിമ്പിൾ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് താഴോട്ട് വരും. ഓക്കെ, ദെൻ AT ഗ്രാഫിൽ ഇല്ല. ഉണ്ടായിരുന്നോ? റെസ്റ്റിലുള്ളതില്ല. ഒബ്ജക്റ്റ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. ദെൻ യൂണിഫോം വെലോസിറ്റിയിലുള്ളത് ഉണ്ടായിരുന്നില്ല. ദെൻ നെഗറ്റീവ് വെലോസിറ്റിയിലുള്ളതും ഉണ്ടായിരുന്നില്ല. പക്ഷേ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു. ദെൻ മറ്റേത് എങ്ങനെയാ? താഴെ ആയിരുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. ഞാനത് മാറിത്തരാം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ല എടാ, എന്തോ ഒരു പേരെ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നേ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചറാ. നെയിം ബോർഡോ? ഓക്കെ, സെറ്റ്. ദെൻ കഴിഞ്ഞു. ഓക്കെ, ഇനി വെറുതെ അല്ല ഈ ഗ്രാഫുകളൊന്നും പഠിക്കേണ്ടത്. ഈ ഗ്രാഫുകൾക്ക് എല്ലാത്തിനും ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള യൂസസ് ഉണ്ട് ദാസ. അപ്പോൾ ഏതൊക്കെയാണ് യൂസസ് നോക്കാം. ഓക്കെ, XT ഗ്രാഫ് കൊണ്ട് എന്താണ് ഉപകാരം? ഓക്കെ, XT ഗ്രാഫ് കൊണ്ട് എന്താണ് ഉപയോഗം? ഇതാണ് ഫസ്റ്റ് ചോദ്യം. ഓക്കെ, XT ഗ്രാഫ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? XT ഗ്രാഫ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം നിങ്ങളിപ്പോ എഴുതി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് XT ഗ്രാഫ് മാത്രം എഴുതാട്ടോ. യൂസസ് ഓഫ് XT ഗ്രാഫ് എന്ന് മാത്രം എഴുതിയിട്ട് ആ 2 പോയിന്റ് എഴുതി വെക്കാം. ഓക്കെ, ബാക്കി എഴുതരുത്. യൂസസ് ഓഫ് VT ഗ്രാഫ് എഴുതരുത്, AT ഗ്രാഫും എഴുതരുത്. ആദ്യത്തെ 2 പോയിന്റ് മാത്രം എഴുതി വെക്കാം. ഓക്കെ, അത് 2 പോയിന്റ് മാത്രം എഴുതി വെക്കുക, ബാക്കിയൊന്നും എഴുതരുത്. ഓക്കെ, ദെൻ XT ഗ്രാഫിന്റെ ഉപയോഗം എന്താണ്? ഇറ്റ് ഗീവ്സ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ. ഓക്കെ, ഒരു ഇൻസ്റ്റന്റിലുള്ള ഇപ്പൊ ഒരു ടൈം 10:36 എന്ന് പറഞ്ഞു, 10:36. ആ 10:36 പൊസിഷൻ എവിടെയാണ്? ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ തരാനായിട്ട് എന്ത് സാധിക്കും? XT ഗ്രാഫ് കൊണ്ട് സാധിക്കും. അപ്പൊ ഞാനൊരു ഗ്രാഫ് വെറുതെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഒരു ഗ്രാഫ് വരച്ചു. TX. ഓക്കെ, ദെൻ എനിക്ക് T1 ഞാനൊരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഒരു പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാണ്. ദെൻ ഈ T1 എന്ന് പറയുന്ന പോയിന്റിലെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? X1 ആണെന്ന് വിചാരിക്കാം. അല്ല, T1 പൊസിഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, T1 എന്ന് പറയുന്ന പർട്ടിക്കുലർ ടൈമിലെ പൊസിഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതൊരു സ്ലോപ്പ് ഉള്ള ഗ്രാഫായിട്ട് നമ്മൾ എടുത്തു. യൂണിഫോം ആയിട്ടുള്ള ഗ്രാഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ T1 ഇതിന്റെ പൊസിഷൻ എവിടെയാണ് കണ്ടുപിടിക്കണം. T1 ടൈം തന്നിട്ടുണ്ട്, അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നേരെ മുകളിലോട്ട് വരയ്ക്കും അല്ലേ? നേരെ മുകളിലോട്ട് വരയ്ക്കും. ഇവിടെ മുട്ടി, ഇവിടെ നിന്ന് നേരെ പുറത്തോട്ട് വരയ്ക്കും. ഇവിടെ എന്ത് കിട്ടി? X1 കിട്ടി. ഓക്കെ, അപ്പൊ T1 പൊസിഷൻ എന്ന് പറയുന്നത് X1 ആണ്. ഇനി ഞാൻ വേറെ ടൈം എടുത്തു, T2 എന്ന് പറയുന്ന സമയം എടുത്തു. അതായത് ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് T2 എന്ന് പറയുന്ന ഒരു ടൈം എടുത്തു. ഈ T2 പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിലോട്ട് വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇവിടെ മുട്ടിയപ്പോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ വരച്ചു.
നമുക്ക് ഇവിടെ എന്ത് കിട്ടി? x2 പൊസിഷൻ കിട്ടി. ഓക്കെ, x2 പൊസിഷൻ കിട്ടി. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? പർട്ടിക്കുലർ ടൈമിലെ പൊസിഷൻ കിട്ടാനായിട്ട് XT ഗ്രാഫ് നമ്മളെ സഹായിക്കും. ഇതിന്റെ യൂസസ് ഒക്കെ പഠിച്ചു വെച്ചോട്ടെ. വാട്ട് ഈസ് ദ യൂസസ് ഓഫ് XT ഗ്രാഫ്? ഡയറക്റ്റ് ചോദ്യം, ഡയറക്റ്റ് ചോദ്യം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് XT ഗ്രാഫ്? അപ്പൊ ഇറ്റ് ഗീവ്സ് ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ആൻഡ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അതെങ്ങനെയാന്ന് നോക്കാം. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾക്ക് വെലോസിറ്റി തരുമെന്നാ പറയുന്നത്. ഓക്കെ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. അപ്പോ ഞാൻ ഇവിടെ ഒരു തീറ്റ എടുത്തു. ഓക്കെ, തീറ്റ എടുത്തു. ദെൻ അപ്പോ ഇവിടെയും എന്ത് തന്നെ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ട്രയാങ്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു. ഇത് തീറ്റയാണെന്നുണ്ടെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, തീറ്റ തന്നെയായിരിക്കും. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കാം? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റയാണ്, മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലെ? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അപ്പോ BC അല്ലെ? BC ബൈ AC, അഡ്ജസന്റ് സൈഡ്. ഇനി എന്താണ് BC എന്ന് പറയുന്നത്? x2 മൈനസ് x1 ആണ് BC എന്ന് പറയുന്നത് അല്ലെ? x2 മൈനസ് അല്ലെ? ഇത് ഇത്രയും ഭാഗമാണ് കിട്ടേണ്ടത് നമുക്ക്. ഈ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്. അതെന്ന് പറയുന്നത് x2 ബൈ x1 ആണ്. ദെൻ AC എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ഭാഗമാണ് കിട്ടേണ്ടത്. ഈ ഒരു ഭാഗമാണ് കിട്ടേണ്ടത്. അതെന്താണ്? T2 മൈനസ് T1 ആണ്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പോ ഒരു എന്താണ്? XT ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? വെലോസിറ്റി തരും. ഓക്കെ, ഒരു XT ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. ഇനി ഇത് എഴുതിയതിനു ശേഷം ഞാൻ ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. കൂടാതെ സ്ലോപ്പിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ടാൻ തീറ്റ അല്ല, സ്ലോപ്പിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്തായിരുന്നു? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2, y ആക്സിസിലുള്ള പൊസിഷൻ മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതും സ്ലോപ്പിന്റെ ഒരു ഇക്വേഷൻ കൂടിയാണ്. ഇതായിരിക്കും നിങ്ങൾ മാത്സിൽ ഏറെക്കുറെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. മാത്തമാറ്റിക്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കണതാണ്, എനിക്കറിയാം, പഠിച്ചിട്ടുണ്ട് എല്ലാവരും ഇല്ലേ? പഠിച്ചിട്ടില്ലേ? സ്ലോപ്പിന്റെ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, എഴുതി കഴിഞ്ഞല്ലോ. XT ഗ്രാഫിന്റെ താഴെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചില്ലേ? സെറ്റാണ്. വേഗം എഴുതിക്കോളൂ. എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു പച്ച സിഗ്നൽ തന്നെ, ഒരു പച്ച കത്തിച്ചേ. ഓക്കെ, എഴുതി കഴിഞ്ഞു. സെറ്റാണ്. ഞാൻ മാച്ച് കളയാൻ പോവാട്ടോ, കാരണം അടുത്ത ഞാൻ ഇവിടെ തന്നെ എഴുതാൻ പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ തന്നെയാണ് എഴുതാൻ പോകുന്നത്. നാളെ എറണാകുളം ലീവാണ്. വൈകിട്ട് നമ്മ തൃശ്ശൂരല്ലേ? അല്ലേ? അല്ലാതോ? എന്താണ് അങ്ങനെ ടോക്ക്? സ്ഥലം പറയണി. എന്താണ് വൈക തൃശ്ശൂരിൽ നിന്ന് നാട് വിട്ട്? ഈശ്വരാ, നമ്മുടെ തൃശ്ശൂരുകാരുണ്ടായതാ. എന്താ കേക്കണ്ട്? പറഞ്ഞോ.
ജനന സ്ഥലമാണ് തൃശ്ശൂര്. ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ്. അങ്കമാലി, ഓ നമ്മുടെ അടുത്താണല്ലോ. അങ്കമാലി ഏത് ജില്ല? എറണാകുളം ആണല്ലേ? അതല്ലേ, ഓക്കെ ഓക്കെ. കൊരട്ടി കഴിഞ്ഞ അങ്കമാലി എറണാകുളം. ആ അതെ 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 അതെ, നന്നായി. എന്നാലും തൃശ്ശൂർ ഭാഷ തന്നെയാണ് കേട്ടോ ആൾക്ക്. കോട്ടയം ലീവാണ്. ആഹാ, നിങ്ങള് ലീവ് കിട്ടി, നിങ്ങളുടെ ഭാഗ്യം. ഞാനൊക്കെ ഒരു ലീവ് കൊതിച്ചിട്ടുണ്ടല്ലോ. ഷോക്കേറ്റ് ആര് ചത്താ പോലെ അയാള് ലീവ് വരില്ലായിരുന്നു. അങ്ങനെയുള്ള കളക്ടറായിരുന്നു ഞങ്ങൾ പഠിച്ചായിരുന്ന സമയത്ത്. വൃത്തിയായിട്ടവൻ. ആ, അപ്പൊ പറഞ്ഞ കാര്യം അടുത്തത്. ഓക്കെ, അടുത്ത യൂസ് ഓഫ് VT ഗ്രാഫ്. ഓക്കെ, യൂസ് ഓഫ് VT ഗ്രാഫ് നോക്കാം. ഇതേപോലെ തന്നെ ഒരു ഗ്രാഫ് വരയ്ക്കാം. എന്ത് ഭാഗ്യം, ലീവ് കിട്ടുന്നത് ഭാഗ്യടാ. വെറുതെ ഇരിക്കാമല്ലോ വീട്ടില്. എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് കൊറോണ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സൈക്കോ ആയിരുന്നു ആ സമയത്ത്. ആ, VT ഗ്രാഫ്. ഓക്കെ, VT ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. കുറച്ചും കൂടി വലിയ ഗ്രാഫ് വരച്ചത്, കുറച്ചും കൂടി വലുപ്പത്തിൽ വരച്ചത്. T then V. അപ്പൊ യൂണിഫോം ആണ് ഞാൻ വരയ്ക്കുന്നത്. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾക്കൊരു T ടൈമിലെ, തൊട്ട് മുന്നേ വരച്ച പോലെ തന്നെ T1 ടൈമിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. T1 ടൈമിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മുകളിലോട്ട് നീട്ടി വരയ്ക്കും അല്ലേ? അപ്പൊ നമുക്ക് അവിടെയുള്ള T1 ടൈമിലെ വെലോസിറ്റി V1 എന്താണെന്ന് കിട്ടി. ഓക്കെ, ദെൻ T2 ടൈമിലെ വെലോസിറ്റി കിട്ടണം. അപ്പൊ നമ്മൾ നീട്ടി വരയ്ക്കുന്നു. നീട്ടി വരച്ചു. ദെൻ അവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടി? T2 ടൈമിലെ വെലോസിറ്റി കിട്ടി, V2 കിട്ടി. അപ്പോ VT ഗ്രാഫ് എന്ത് വരും? ഇറ്റ് ഗിവ്സ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, VT ഗ്രാഫ് നമ്മൾക്ക് തരുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റി നമുക്ക് എന്ത് തരും? VT ഗ്രാഫ് തരും. ഓക്കെ, ദെൻ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. രണ്ടാമത്തെ പോയിന്റ് അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ലോപ്പ് തൊട്ട് മുന്നേ വരച്ച പോലെ തന്നെ ഇവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ABC. ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും തന്നെ ആയിരിക്കും തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, തീറ്റ തന്നെയായിരിക്കും. ദെൻ എന്താണ്? സ്ലോപ്പ് കണക്കാക്കുന്നു. ഓക്കെ, സ്ലോപ്പ് കണക്കാക്കുന്നു. സ്ലോപ്പ് എന്ന് പറയുന്നത് അതെ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, അതായത് BC ബൈ AC. ഓക്കെ, BC ബൈ AC. ദെൻ BC എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഇതാണല്ലേ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തം എന്താണ്? V2 ആണ്. അതായത് 0 ഇവിടെ മുതൽ ഇവിടെ വരെ V2 ആണ്. ദെൻ ഇതിൽ നിന്ന് V1 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? BC കിട്ടും. അപ്പോ V2 മൈനസ് V1. താഴെയും അതേപോലെ തന്നെ ഇവിടം വരെ T2 ആണ്, ദെൻ ഇവിടം വരെ T1 ആണ്. അപ്പൊ ഇത്രയും ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇത്രയും ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? T2 നിന്ന് T1 കുറച്ചാൽ മതി. T2 മൈനസ് T1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ V ബൈ ഡെൽറ്റ T എന്ന് കിട്ടി. ഇതെന്താണ്? ആക്സിലറേഷൻ ആണ്. ഓക്കെ, ആക്സിലറേഷൻ ആണ്. സെറ്റ്. ഓക്കെ, ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോ എന്താണ്? VT ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? ആക്സിലറേഷൻ തരും. ഓക്കെ, VT ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് ആക്സിലറേഷൻ തരും. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താ? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ നമ്മൾക്ക് എന്ത് തരുന്ന പറയുന്ന? ഡിസ്പ്ലേസ്മെന്റ് തരുന്ന പറയുന്നത്. അപ്പൊ ഞാനൊരു ഗ്രാഫ് വെറുതെ VT ഗ്രാഫ് തന്നെ വരയ്ക്കാണ് കേട്ടോ. TV. ഓക്കെ, ഒരു VT ഗ്രാഫ് വരച്ചു. ദെൻ ഒരു യൂണിഫോം ആയിട്ട് വരച്ചു. ഒബ്ജക്റ്റ് ആയിട്ട് എന്താ പറയാ, സോറി, യൂണിഫോം വരച്ചു. ഓക്കെ, വരച്ചു. ഇതാണ് ഗ്രാഫ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയും ഗ്രാഫ് തന്നിട്ടുള്ളൂ. ഗ്രാഫ് ഇത്ര തന്നിട്ടുള്ളൂ. ഈ ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഞാനൊരു ഷേപ്പ് ആക്കി മാറ്റും. ഓക്കെ, T1 ഒരു ഷേപ്പ് ആക്കി എടുത്തു. ഇതെന്താണ്? സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ ആണ്. അപ്പോ ഏരിയ ഈസ് ഈക്വൽ ടു, ഇതൊരു സ്ക്വയർ ആണല്ലോ, ഒരു സ്ക്വയർ അല്ലേ? സ്ക്വയർ ആണ്. അപ്പോ ഇതിന്റെ ഏരിയ കണക്കാക്കാൻ പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയറിന്റെ ഒരു റെക്ടാങ്കിൾ, ഇതിന്റെ ഏരിയ കണക്കാക്കാൻ പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ? റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോ
ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി. എൽ ഇൻറ്റു ബി. ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താ? ലെങ്ത് എന്ന് പറയുന്നത് ബി ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ടി ആണ്. വി ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അതാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഏരിയ നമുക്ക് എന്ത് തരും? ഡിസ്പ്ലേസ്മെന്റ് തരും. ഓക്കെ, ഏരിയ നമുക്ക് എന്ത് തരും? ഡിസ്പ്ലേസ്മെന്റ് തരും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിന് നമുക്ക് എന്ത് തരും? അതിന് താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തരും. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് തരും. അത്രേ ഉള്ളൂ. ദെൻ അതേപോലെ തന്നെ സെയിം പോലെ തന്നെയാണ് എന്ത് AT ഗ്രാഫും. ഇതുവരെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുതി വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ദെൻ ഇത് പഠിക്കാനുള്ള സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഈ 3 പോയിന്റ്സ്, ഈ പോയിന്റ്സ് ഒക്കെ കാണാതെ പഠിക്കുന്നതിന് പകരം വളരെ എളുപ്പവഴി ഉണ്ട്. സിമ്പിൾ ആയിട്ട് ഒറ്റ സെക്കൻഡിൽ കാണിച്ചു തരാം. ഈ പോയിന്റ്സ് ഒക്കെ ഒറ്റ സെക്കൻഡിൽ, 2 സെക്കൻഡിൽ, 3 സെക്കൻഡിൽ, 5 സെക്കൻഡിൽ പഠിച്ചു തീർക്കാനുള്ള സിമ്പിൾ ആയിട്ടൊരു മെത്തേഡ്. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞാൽ അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഓക്കെ, എല്ലാവരും ഇത് കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. യൂസസ് ഓഫ് എല്ലാ ഗ്രാഫുകളുടെയും യൂസുകൾ നോക്കിക്കേ. 3 പൊസിഷൻ ടൈം ഗ്രാഫിന്റെ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂസസ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ്. അവിടെ എന്തുണ്ട്? പൊസിഷൻ ഉണ്ട് അല്ലെ? അപ്പോ അതെന്ത് നൽകും? ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ ഫസ്റ്റ് പോയിന്റ്. ദെൻ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിലും അതെന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആക്സലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ. ആ പോയിന്റ് ഇപ്പൊ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സെറ്റാണ്. ഓക്കെ, അത് സെറ്റാണ്. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരുമെന്ന് പറഞ്ഞേ? വെലോസിറ്റി അല്ല തരുന്നേ അല്ലെ? അതായിരുന്നല്ലേ ഫസ്റ്റ് കാര്യത്തിൽ പഠിച്ചത്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? ആക്സലറേഷൻ തരും. ദെൻ ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ നമുക്ക് എന്ത് തരും? വെലോസിറ്റി തരും. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ നമുക്ക് വെലോസിറ്റി തരും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ നമുക്ക് എന്ത് തരും? പൊസിഷൻ തരും. അത്രേ ഉള്ളൂ. ഇതാണ് ആ യൂസസ്. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ആ എല്ലാ യൂസും നിങ്ങൾ പഠിച്ചു. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ നമുക്ക് പൊസിഷൻ കിട്ടും. കഴിഞ്ഞു. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു. ഒറ്റ കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു. ഈ ഒറ്റ കാര്യം പഠിച്ചു വെച്ചാൽ മതി. ആ യൂസ് എവിടെ ചോദിച്ചാലും എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ആ പോയിന്റ്സ് ഒന്നും വായിച്ച് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. ഈ ഒറ്റ സാധനം പഠിച്ചാൽ മതി. ഒറ്റ സാധനം പഠിച്ചാൽ മതി. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഓടി പോയിട്ട് എക്സാം എഴുതിക്കോളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും. അടുത്തത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. നമുക്കറിയാം v is equal to u plus at, s is equal to ut plus half at square, b square is equal to u square plus 2as. ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം അല്ലേ? 9 പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. പിന്നെ സിമ്പിൾ ഇക്വേഷൻ അല്ലേ? അത് ഷാഹിദ നീ പോണ്ട, നീ അവിടേക്ക്. എന്നോട് ഞാൻ സംസാരിക്കുന്നത് പറഞ്ഞാലടാ. വൈകിക്ക് ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തരണ്ടേ? രണ്ട് വൈകമാരോട് ഏത് വൈകനെ എപ്പോഴാണ് വിളിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല അവർക്ക്.
ഓക്കെ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് മാർക്ക് കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, മാർക്ക് കമന്റ് ചെയ്തിട്ട് ലീവ് ചെയ്യാം. ദേവപ്രിയ ചോദിച്ചോളൂ കേട്ടോ. ഒരു മിനിറ്റ് വൈകുക, ഞാൻ പറഞ്ഞുതരാം. ദേവപ്രിയ എന്താണ്? പൊസിഷൻ പോസിറ്റീവിന്റെ സംഭവം പഠിച്ചുള്ള പോസിറ്റീവും നെഗറ്റീവും വരുന്നതല്ലേ അല്ലേ? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അവര് ചിലപ്പോൾ അത് എടുക്കാണ്ട് പോകും. നിങ്ങൾ അതായത് സ്കൂളുകളിൽ ആക്ച്വലി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ പാതി ടീച്ചർമാർ പാതി. ടീച്ചർമാർ പകുതി പഠിപ്പിക്കത്തുള്ളൂ, ബാക്കി പാതി നിങ്ങൾ സ്വയം പഠിക്കണം. അതാണ് സ്കൂളിൽ. സ്കൂളിൽ ചിലപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡും ഇക്വേഷൻസ് ഓഫ് മോഷനും ഒന്നും എടുക്കില്ല. അതൊക്കെ എടുക്കാണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോഴായിരിക്കും നമ്മൾ അന്തം വിട്ടിരിക്കുന്നത്, എന്തത് എന്നുള്ള ഒരു എക്സ്പ്രഷൻ. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുക, അതൊക്കെ ചോദ്യങ്ങൾ വരും. ഓക്കെ, നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുമോ എന്ന് സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കാം, വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ കാണാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. എന്നിട്ട് ടീച്ചറെ വെച്ചിട്ട് ചോദിച്ചു, ടീച്ചർ എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ചില്ല? അവരൊന്നും പറയില്ല, അവരിങ്ങനെ മിണ്ടാതിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യം വരും അവർക്ക്, സ്വാഭാവികം. ഇതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ പഠിക്കാനുള്ളതാണ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഓക്കെ വൈക വെരി ഗുഡ്. ബിപിൻ വെരി ഗുഡ്. ശിവാനി വെരി ഗുഡ്. ഓക്കെ, മാർക്ക് കമന്റ് ലീവ് ചെയ്യാം. ദെൻ വൈക സുബിൻ, വൈക ബി, സോറി വൈക ബിനു, സുബിൻ അല്ല, വൈക ബിനുവിനാണ് ഞാൻ വിളിച്ചത്. ഇതിലെ ഏത് ക്വസ്റ്റ്യൻ ആണ് വൈകി? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത്തെ ആകെയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നേ? അതെ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അതാ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇൻസ്റ്റന്റേനിയസ് അല്ലേ ചോദിച്ചത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ആണ് എടുക്കണ്ടേ? അതായത് സമയത്തിനനുസരിച്ച് എന്തോരം. അതെ അതെ അതെ, ഡി എക്സ് ബൈ ഡി ടി അതാണ്, അല്ലാതെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ല. അത് ആവറേജ് വെലോസിറ്റി ആണ്. അങ്ങനെ എവിടെയാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്? എന്താ ഡി എക്സ് ബൈ ഡി ടി? അല്ല, ഡി എക്സ് ബൈ ഡി ടി ആണ്. നിക്ക് എന്താ നൂട് പറഞ്ഞേ. നോട്ട് ബുക്കില് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ലിമിറ്റ് കൊടുക്കാതെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി നേരുന്നത് ആവറേജ് വെലോസിറ്റി ആണ്. ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ആയിരിക്കണം. ചിലപ്പോൾ ടീച്ചർ ലിമിറ്റ് ചെയ്താൽ വിട്ടുപോയതായിരിക്കും. കുഴപ്പമില്ലാന്ന്. എന്താ സംഭവം? നമുക്ക് ഇവിടെ പഠിക്കാലോ. അത് നല്ലൊരു സംഭവമാണല്ലോ. രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ആ സാറിന്റെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടി ഉറക്കം വരില്ലോ. സാറൊരു ഫോട്ടോ വരും, എന്തിനാ ഉറങ്ങാനാണ്. ഇത് അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇവിടെ ചോദ്യം കാൽക്കുലേറ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെ? അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഓക്കെ, ഡി എക്സ് ബൈ ഡി ടി ആണ് നമുക്ക് കാണണ്ടേ. ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? പൊസിഷൻ തന്നിട്ടുണ്ടല്ലേ? ഓൾറെഡി പൊസിഷൻ തന്നിട്ടുണ്ട് ഇല്ലേ? പൊസിഷൻ ഓൾറെഡി എക്സ് ടി ഇസ് ഈക്വൽ ടു 2t ക്യൂബ് പ്ലസ് 3t പ്ലസ് 5 കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 2t ക്യൂബ് പ്ലസ് 3t പ്ലസ് 5 ഇതല്ലേ? വെലോസിറ്റി എങ്ങനെയാ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ?
ഡി എക്സ് ബൈ ഡി ടി ആണല്ലോ. ഇനി എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാലോ. അപ്പൊ വി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 2t ക്യൂബ് പ്ലസ് 3t പ്ലസ് 5 ഇട്ട് കൊടുത്തു. ദെൻ ഓരോ ടൈമിനെയും, അതായത് പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസിന് ഇപ്പുറത്തുള്ള ടൈമിനെ, ഇപ്പുറത്തുള്ള ടൈമിനെ, ഇപ്പുറത്തുള്ള ടൈമിനെ, ഓക്കെ, ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, ഓരോന്നിന്റെയും സെപ്പറേറ്റ്ലി ഡെറിവേറ്റീവ് എടുക്കണം. ദെൻ കോൺസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിനെ പുറത്തെടുത്തിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് എന്താ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. 2 എന്ന് പറയുന്നത് വാല്യൂ ചെയ്യില്ല, അത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ 2 പുറത്തെടുത്തിട്ടു. ദെൻ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് പ്ലസ് 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, പുറത്തെടുത്തു. ദെൻ ഡി ബൈ ഡി ടി ഓഫ് ടി പ്ലസ് ദെൻ 5ന്റെ ഡെറിവേറ്റീവ്, അതൊരു എന്താണ്, കോൺസ്റ്റന്റ് വാല്യൂവിന്റെ ഡെറിവേറ്റീവ് ആണ്, അത് 0 ആയിരിക്കും. ഓക്കെ, 0 ആയിരിക്കും. ദെൻ അടുത്തത് എന്താണ്, ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡെറിവേഷൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 ഇൻറ്റു 3t റേസ് ടു 3 മൈനസ് 1. ഇതെങ്ങനെ വന്നു എന്ന് പറയണോ ഞാൻ? വൈകി എന്താണ് അവിടെ പുഴുപ്പല്ലോ, പല്ല് എന്താണ്, എന്താ സംഭവം? അത് വൈകി ശ്രദ്ധിക്കട്ടോ, ഞാൻ സമയം കഴിഞ്ഞിട്ട് കുത്തിരുന്ന് പറഞ്ഞായിരുന്നു, അറിയാം. ഓക്കെ, 3 ഇൻറ്റു ഡി ടി ബൈ ഡി ടി 1/1, 2/2, 3/2, 3/3, 4/4 ഒക്കെ 1 ആണ്. അപ്പൊ ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു 1 പ്ലസ് ഇതെന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. നമ്മൾ മൈനസ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലല്ലോ? ആ, -5 ആയിരുന്നോ? ഇവിടെ അല്ല 5 നിന്നേ, ഇവിടെ മൈനസ് ഇടണം. ഇവിടെ അല്ല സിമ്പിൾ കൊടുത്തിരിക്കുന്നേ. -5 നല്ല എടുക്കണ്ടേ, ഇവിടെ സിമ്പിൾ അങ്ങോട്ട് പോയി. ഇവിടെയാണ് മൈനസ് ഇടണ്ടേ കേട്ടോ. എന്താണ് 6t റേസ് ടു 2 പ്ലസ് 3. ഇതെന്താണ് കിട്ടിയിരിക്കുന്നത്, വെലോസിറ്റി ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിച്ചു. ദെൻ അറ്റ് ടൈം ഈസ് ഈക്വൽ ടു എത്ര വന്നിരിക്കുന്നത്, എത്ര സെക്കൻഡിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 2 സെക്കൻഡ് അല്ലേ? 2 സെക്കൻഡിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടിക്ക് പകരം 2 ഇട്ട് കൊടുക്കാം. 6 ഇൻറ്റു 2 റേസ് ടു 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു വി കിട്ടും. അപ്പൊ 6 ഇൻറ്റു 4 പ്ലസ് 3 എന്ന് പറയുന്നത് 27. വെലോസിറ്റി അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി എന്താണ് സംശയം? ഇത് മതി, ധാരാളം മതി. പിന്നെ ഡെൽറ്റ ടി ടെൻസ് ടു 0 ഇടണം. ടീന്റെ അപ്പുറത്ത് പിന്നെ എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്ത്, നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടോ, ലിമിറ്റിൽ സംശയം വരുന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ലിമിറ്റിലല്ലേ സംശയം, ഈ ലിമിറ്റ് എവിടെ ഇടണ്ടേന്ന്, ലിമിറ്റ് ഇടണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംശയത്തെ ലിമിറ്റ് ഇടണ്ട. അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന്, v ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ടി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ v ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ഇതിലേതാ എളുപ്പം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ? രണ്ടാമത്തെ അല്ലേ? രണ്ടാമത്തെ എടുത്താ പോരെ? രണ്ടാമത്തെ എടുത്താൽ മതി. രണ്ടാമത്തെ വെച്ച പ്രോബ്ലം ചെയ്യാൻ വരൂ. രണ്ടാമത്തെ പഠിച്ചോ, വേറെ ഒന്നും പഠിക്കണ്ട. രണ്ടാമത്തെ പഠിച്ചു വെച്ചോ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പറഞ്ഞു. ശരിയാണ്, രണ്ടും ഒന്ന് തന്നെയാ. രണ്ടിന്റെയും അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം വളരെ 0-നോട്ട് അടുക്കണം, പക്ഷെ 0 ആകാൻ പാടില്ല. സമയത്തിനനുസരിച്ച് എത്രത്തോളം വെലോസിറ്റി ചേഞ്ച് ചെയ്തു, അതാണ് രണ്ടും മീനിങ് വരുന്നത്. പക്ഷെ രണ്ടും രണ്ടും വേറെ മെത്തേഡിൽ എഴുതിയെന്ന് മാത്രം. ഓക്കെ, രണ്ടും സെയിം ആണ്, ഉത്തരം സെയിം ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. എന്താണ് ഇഷ ഇരിക്കുന്നത്? ഇഷ ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരുന്നാണോ?
പറഞ്ഞു വഴി പോയി. ഓക്കെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.